ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ ബിലാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെഷനും കൂടെ നമ്മളിന്ന് കേൾക്കാൻ പോവുകയാണ്. കഴിഞ്ഞ സെഷൻസ് എല്ലാം അങ്ങനെയുള്ള ബിഹേവിയറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതും പാർട്ട്ണർ ആകാം, കുട്ടികളാകാം, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കണ്ടു. ഇതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വരുന്ന ഒരു വ്യക്തിക്ക് എന്താണ് സെൽഫ് കെയർ, എങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് അത് നേടാം എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് ആന്റണി സാറിലൂടെ നമുക്ക് കേൾക്കാം. നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ആന്റണി സാറിന്റെ ആന്റണി സാർ, യു ആർ വെൽക്കം. ഞാൻ എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം, അതുപോലെ തന്നെ കാനഡയിലുള്ളവർക്ക് സുപ്രഭാതവും ആശംസിക്കുന്നു. ഓക്കെ, ഇന്നത്തെ വിഷയം സാബു സാർ പറഞ്ഞതുപോലെ നമ്മൾ ആത്മാരാധകരായിട്ടുള്ള ആളുകളിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ, അത് പ്രത്യേകിച്ച് വൈകാരികമായിട്ടുള്ള തലത്തിലായിരിക്കാം. അപ്പോൾ വൈകാരിക തലത്തിലുണ്ടാകുന്നത് മാനസികവും ശാരീരികവുമായ തലങ്ങളിലേക്ക് അത് അറിയാതെ തന്നെ സ്വയമേവ അത് ആ തലങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ വർഷങ്ങളായി വേദനിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അവധാനപൂർവ ധ്യാനവും അവധാനപൂർവ ജീവിത രീതികളും കൊണ്ട് എങ്ങനെ അവർക്ക് അവരുടെ ആ ഊർജം അവർക്ക് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ അവധാനപൂർവ ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ്ഫുൾ ലിവിങ് എന്ന് പറയുന്നത് എത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് ഇന്നിപ്പം പലർക്കും അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഈ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവർക്കും തന്നെ ഇതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ വിശദാംശങ്ങൾ അറിയാം. അപ്പൊ ഇന്നൊന്നുകൂടി നമുക്ക് ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ സ്വയം ഒലിച്ചുപോയ അല്ലെങ്കിൽ സ്വയം നഷ്ടപ്പെട്ടു പോയ സ്വന്തം ജീവിതം വീണ്ടെടുക്കുന്നതിന് സ്വപരിചരണത്തിലൂടെ എങ്ങനെ സാധിക്കും, അതിന് അവധാനപൂർവ ധ്യാനവും ആ ജീവിത രീതികളും എങ്ങനെ സഹായിക്കും എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സ്ക്രീൻ കാണാമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ സർ. ഓക്കെ, വിഷയം സെൽഫ് കെയർ ആഫ്റ്റർ നാർസിസിസ്റ്റിക് അബ്യൂസ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് എന്താണ് ഈ സെൽഫ് കെയർ എന്ന് പറയുന്നത്. അതായത് അത് സ്വയം പരിചരണം എങ്ങനെ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ അത് എന്താണ്. അടുത്തത് മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ. നമ്മളെ അവധാനപൂർവ്വ ധ്യാനം കൊണ്ട് അത് എങ്ങനെയാണ് നമ്മളെ അത് ബൂസ്റ്റ് ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ അത് ത്വരിതപ്പെടുത്തുന്നത്, നമ്മളുടെ ആ നഷ്ടപ്പെട്ടു പോയ നമ്മളുടെ വൈകാരികവും മാനസികവും ശാരീരികവുമായ ആ സുസ്ഥിതിയെ വീണ്ടെടുക്കുന്നതിന് അതെങ്ങനെ സഹായിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവധാനപൂർവ്വ ധ്യാനം എങ്ങനെ സഹായിക്കും. ദെൻ ഫിസിക്കൽ കെയർ, അതേക്കുറിച്ച് ഒരുപക്ഷെ അത് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം അവനവൻ്റെ ശുചിത്വം, അല്ലെങ്കിൽ അവനവൻ്റെ ശാരീരികമായിട്ടുള്ള ആ കാര്യങ്ങൾ എങ്ങനെ നിറവേറ്റണമെന്ന്. പക്ഷേ അതിനൊരു മാനം കൊണ്ട്, അതിനൊരു ഡൈമെൻഷൻ പ്രത്യേകിച്ചുണ്ട്. അതായത് ഈ ഫിസിക്കൽ കെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്യുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള നമ്മളുടെ ആ വ്യായാമ പരിപാടികളിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പൊ അത് കൂടുതൽ പ്രയോജനം നൽകും. അതുപോലെ എസ്റ്റാബ്ലിഷിംഗ് ബൗണ്ടറീസ്, അത് നമ്മുടെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വൈകാരികമായിട്ടുള്ള തലത്തെ കുറെ കൂടി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ സീക്കിംഗ് പ്രൊഫഷണൽ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്, ഇതൊരു സെൽഫ് കെയറിൻ്റെ ഭാഗമാണ്. ദെൻ ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ്സ് ആൻഡ് ഹോബീസ്, നമുക്ക് വീണ്ടും നമ്മളുടെ ആ ആദ്യമുണ്ടായിരുന്ന നമ്മളുടെ ആ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ക്രിയാത്മകത, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി അതെങ്ങനെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. അതിലൂടെ ഒരു സൗഖ്യവും നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, ആദ്യമായിട്ട് പറയുന്നത് ഹീലിംഗ്. വാട്ട് ഈസ് ഹീലിംഗ്? ഹീലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പെട്ടെന്നറിയാം. നമുക്ക് എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകളോ മറ്റെന്തെങ്കിലും ഒന്ന് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതി പ്രാപിക്കുക, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും ശമിക്കുന്ന ഇതിലേക്ക് വരുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ്. പക്ഷെ പലപ്പോഴും വൈകാരികമായിട്ടുള്ള വേദനകൾ സമയമെടുക്കും. അതുപോലെ തന്നെ നമുക്ക് മറക്കാൻ സാധിക്കാത്ത ഒന്നാണ്.
ഇമോഷണൽ ഹീലിംഗ് പോലെ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഹീലിംഗ് ആണ് പ്രധാനമായിട്ടും നമ്മൾ അവധാനപൂർവ്വ ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ ആ ജീവിത രീതിയിലൂടെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരും തന്നെ ഒരു ആത്മാരാധകരായിട്ടുള്ള വ്യക്തികളുടെ വിക്ടിമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവരുടെ ഇരകളായിട്ടുണ്ടെങ്കിൽ, അവരിൽ നിന്ന് മോചനം പ്രാപിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവരെ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ഇമ്പോസിബിൾ എന്ന് അസാധ്യമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സാധിക്കും, പക്ഷേ അത് അത്ര എളുപ്പവുമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വെല്ലുവിളിയാണ്. അതായത് ഇങ്ങനെ ഏതെങ്കിലും തരത്തില് ആത്മാരാധക വ്യക്തികളുടെ അബ്യൂസ് അല്ലെങ്കിൽ അവരുടെ ചൂഷണത്തിന് വിധേയരായിട്ടുള്ള ആളുകൾ പൂർവ്വസ്ഥിതിയിലേക്ക്, അവരുടെ മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള പൂർവ്വസ്ഥിതിയിലേക്ക് വരിക എന്നുള്ളത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ്. പക്ഷെ അത് നമുക്ക് സാധിക്കും. അസാധ്യമല്ല, പക്ഷെ സാധിക്കും. പക്ഷെ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക. അതിനുള്ള ആ ഒരു പ്രോസസ്സ്, ആ പ്രക്രിയയാണ് നമ്മൾ ഹീലിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അബ്യൂസിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതിനുള്ള ആ പ്രോസസ്സിനെയാണ്. ഓക്കെ, ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും എന്തായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സന്തോഷം, നമ്മളുടെ അതായിട്ടുള്ള ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് വരിക എന്നാണ് പറയുന്നത്. അതായത് ഹോമിയോസ്റ്റാസിസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹോമിയോസ്റ്റാസിസും അതുപോലെ തന്നെ റെസീലിയൻസ് എന്നും പറയാം. നമ്മൾ ശാരീരികമായി ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ശരീരം, നമ്മളുടെ എല്ലാ വിചാരങ്ങളെയും ശരീരം അറിയുന്നുണ്ട്, ബ്രെയിൻ അറിയുന്നുണ്ട്, അത് നമ്മുടെ ശരീരത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ശാരീരികമായിട്ടൊരു ഹോമിയോസ്റ്റാസിസിന്റെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതോടൊപ്പം തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഹോമിയോസ്റ്റാസിസ് എന്നുള്ള ആ ഒരു തലത്തിൽ നിന്ന് അല്പം കൂടി ഉയർന്ന ഒരു തലത്തിലേക്ക് വരണം. അതാണ് റെസീലിയൻസ് എന്ന് പറയുന്നത്. റെസീലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികവും മാനസികവും വൈകാരികവുമായ തലത്തിലുള്ള ഒരു പൂർണ്ണ സ്ഥിതി പ്രാപിക്കുക, അല്ലെങ്കിൽ അത് പരിപൂർണമായ ഒരു സുസ്ഥിതിയിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വേദനകൾ നമുക്ക് മാറ്റുക, നമുക്ക് പരിപൂർണമായിട്ടുള്ള പൂർവ്വസ്ഥിതിയിലേക്ക്, ഹോമിയോസ്റ്റാസിസ്, ശാരീരികം അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള റെസീലിയൻസിലേക്ക് നമുക്ക് കൂടുതൽ പ്രശാന്തിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നു. എന്തിനാണ് നമ്മളുടെ ആ റിലേഷൻഷിപ്പിൽ. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കന്മാരാരെങ്കിലും അല്ലെങ്കിൽ രണ്ടുപേരുമോ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ മക്കളെ സംബന്ധിച്ച് ഒരു പരിധി വരെ ഒരു 18ഓ 20ഓ അല്ലെങ്കിൽ 25 വയസ്സിനൊക്കെ ശേഷം അവർക്ക് വേറൊരു ജീവിതാവസ്ഥയിലേക്ക് പോകാം, അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായിട്ട് കുറച്ചുകൂടി മാറി താമസിക്കാം. പക്ഷെ ഭാര്യഭർത്തൃ ബന്ധത്തിലാണ് ഇതെന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ അത് വലിയൊരു ദുഃഖകരമായ കാര്യമാണ്. അല്ലെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് ചിലപ്പോൾ ചിലർ ഇത് വിവാഹമോചനങ്ങളൊന്നും സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് നേടുന്നില്ലെങ്കിൽ, തീർച്ചയായിട്ടും അവരെ ലൈഫ് ലോങ് ഒരു വേദനയുടെ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. നമ്മൾ ബോധപൂർവം, നമ്മൾ വേണ്ടത്ര അവബോധം നമ്മൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സെൽഫ് കെയർ ഇൻ മൈൻഡ്ഫുൾനെസിന്റെ വെളിച്ചത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ് എ കോൺഷ്യസ്, നമ്മൾ ബോധപൂർവം നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം പരിശീലിക്കുകയാണ്. നമ്മളുടെ ശാരീരികം, അതുപോലെ വൈകാരികം, മെന്റൽ, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സുസ്ഥിതിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു പരിശീലനത്തിനെയാണ് മൈൻഡ്ഫുൾനെസ്സിൽ സെൽഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് വാട്ട് ഈസ് സെൽഫ് കെയർ മൈൻഡ്ഫുൾനെസ് എന്ന് ചോദിച്ചാൽ അവയർനെസ് ഓഫ് നീഡ്സ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്ക്, ഇങ്ങനെ ഒരു പ്രക്രിയയിലേക്ക് വന്ന് സ്വയം മാറ്റത്തിന് വിധേയമാകുക. അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ കീഴ്പ്പെടുത്തപ്പെട്ട വേദനിച്ച ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ബോധപൂർവം, നമുക്കൊരു ആവശ്യമുണ്ട്, എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എനിക്കിതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു വിമുക്തി ആവശ്യമുണ്ടെന്നുള്ളത് ഒരു ആവശ്യമായിട്ട് നമ്മുടെ ഒരു അവയർനെസ്സിന്റെ തലത്തിലേക്ക് വരണം. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് വൈകാരികവും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു സുസ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ വീണ്ടുമുള്ള ഒരു പറിച്ചു നടലിലേക്ക്, പൂർവ്വസ്ഥിതി നമുക്ക് പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്? അവയർനെസ് ഓഫ് നീഡ്സ്. ഇതൊരാവശ്യമാണെന്ന് ഓരോ വ്യക്തിയും അറിയേണ്ട ഒരു സന്ദർഭമാണ്. അതാണ് മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് സാധിക്കുന്നത്.
ദെൻ നോൺ ജഡ്ജ്മെന്റൽ അപ്രോച്ചാണ് ഇത്. അതായത് ഇതിനെ നമ്മളെപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു വൈകാരികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു വെല്ലുവിളി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പോഴും എന്താണ് പ്രതികരിച്ചു കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് മാനസികമായിട്ട് അല്ലെങ്കിൽ വൈകാരികമായിട്ട് നമ്മളത് പ്രതികരിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഒന്നിനെ മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് കുറെ കൂടി നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ, ഒരു സാഹചര്യത്തെ നമുക്ക് സമീപിക്കാൻ സാധിക്കും. എന്താണ് നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണമെന്നില്ല യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ എല്ലാ നാർസിസിസ്റ്റിക് ടെൻഡൻസി ഉള്ളവരെ എല്ലാവരും തന്നെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പെട്ടവരായിരിക്കില്ല. ഒരുപക്ഷെ അത് നമ്മളിൽ എല്ലാവരിലും കുറേശ്ശെ ഉണ്ട്. ചിലപ്പോൾ അത് കൂടിയും കുറഞ്ഞും ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ പിതാവ്, മാതാവ് ഇങ്ങനെയുള്ളവരെല്ലാം ഇങ്ങനെയാണെന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയല്ല, മുൻവിധികളില്ലാതെ നമ്മളുടെ ചിന്തകളെ, നമ്മളുടെ അനുഭൂതികൾ അല്ലെങ്കിൽ ഫീലിങ്സിനെ, അതുപോലെ തന്നെ നമ്മളുടേതായിട്ടുള്ള ലിമിറ്റേഷൻസിനെ ഒത്തിരി വിമർശനാത്മകമായി കാണാതെ സമാധാനത്തോടുകൂടി അല്ലെങ്കിൽ ക്ഷമയോടുകൂടി വിത്ത് കമ്പാഷൻ ഈ ഒരു സമീപനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സെൽഫ് ഹീലിംഗിലേക്ക് അല്ലെങ്കിൽ നമുക്കുള്ള ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു സെൽഫ് കെയറിലേക്ക് നമ്മളെ പോസിറ്റീവായിട്ട് നയിക്കുകയുള്ളൂ. ദെൻ ഇന്റൻഷണൽ ആക്ഷൻസ് എന്ന് പറയും. അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം നമ്മൾ എടുക്കുന്ന ചില സ്റ്റെപ്പുകളാണ്, ചില ആക്ഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് വരുന്നത് നമ്മളുടെ സ്വയമായിട്ടുള്ള നമ്മളുടെ എന്താണ് നർച്ചറിങ് വൺ സെൽഫ് എന്ന് പറയാം. പിന്നെ മറ്റൊന്ന് നമുക്ക് വേണ്ടത്ര ആവശ്യമുള്ള റെസ്റ്റ് അല്ലെങ്കിൽ ഉറക്കം, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ, പിന്നെ നമ്മളുടെ ശാരീരികമായിട്ടുള്ള മൂവ്മെന്റ്സ് അല്ലെ എക്സസൈസ്, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, ഇവയെല്ലാം നമ്മൾ ബോധപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടുത്തത് മൈൻഡ്ഫുൾ സെൽഫ് കെയർ. മൈൻഡ്ഫുൾ സെൽഫ് കെയർ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ട്രെസ് റിഡക്ഷൻ. ഇത് പലപ്പോഴും നമ്മൾക്ക് വേണ്ടത്ര ഈ ഒരു മേഖലയെക്കുറിച്ച്, ഈ ഒരു ജീവിത രീതിയെക്കുറിച്ച് അറിയത്തില്ലാത്തവര് ഒരിക്കലും അവര് സ്ട്രെസ്ഫുൾ ആണ് അല്ലെങ്കിൽ സ്ട്രെസ് ആണ് അനുദിനം ഇവരിതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് അല്ലെങ്കിൽ അവബോധത്തിലേക്ക് അവർ വരുന്നില്ല. ആദ്യമായിട്ട് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾക്ക് എങ്ങനെ സെൽഫ് കെയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ സ്ട്രെസ് റിഡക്ഷനിലേക്ക് വരുന്നത്. സ്ട്രെസ് റിഡക്ഷനിലേക്ക് വരുമ്പോഴേക്കും അതിനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ പരിശീലനം എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആണ്. ദെൻ ഇമോഷണൽ റെഗുലേഷൻ ഇതുവഴി ഉണ്ടാകുന്നുണ്ട്. നമുക്ക് മൈൻഡ്ഫുൾ ധ്യാനം അല്ലെങ്കിൽ അവധാനപൂർവ്വ ധ്യാനം പരിശീലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഇമോഷണൽ റെഗുലേഷൻസ് സാധിക്കും. കാരണം അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അല്ല ശരിയെന്ന് അവർക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെയും വിചാരങ്ങളെയും എല്ലാം അതാത് സമയത്ത് തിരിച്ചറിയാൻ സാധിക്കുന്നത് കൊണ്ട് അവയെ നമുക്ക് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെയുള്ളതാണ് ഇംപ്രൂവ്ഡ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റും. നമുക്കൊരു അതാത് സമയത്ത് നമുക്ക് സ്വയമേവ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു രീതിയിലേക്ക് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു മേഖലയിലേക്ക് നമ്മളെ നയിക്കും. മറ്റൊന്ന് ന്യൂറൽ ഇന്റഗ്രേഷൻ ആണ്. ഞാൻ ആദ്യത്തെ ക്ലാസ് ഈ പ്ലാറ്റ്ഫോമിൽ എടുത്തപ്പോഴും ഞാൻ ന്യൂറൽ ഇന്റഗ്രേഷനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചായിരുന്നു. എന്താണ് ന്യൂറൽ ഇന്റഗ്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഞാൻ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. എങ്കിലും നമ്മൾ മെഡിറ്റേഷൻ നടത്തുകയും അതുപോലെ തന്നെ നമ്മളുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾക്ക് ന്യൂറൽ ആയിട്ടുള്ള ആ ഇന്റഗ്രേഷൻ, അതായത് ഒരു കോർഡിനേഷൻ ഓഫ് ദി ബ്രെയിൻ, അത് നമുക്ക് നടക്കും. നമ്മുടെ മസ്തിഷ്കത്തിൽ പ്രധാനമായിട്ടും നമ്മളൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഫ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് കൂടുതൽ ആക്റ്റീവ് ആകും. നമ്മുടെ ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സമാധാനം, ശാന്തി, ഇതെല്ലാം കിട്ടും. ലോജിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ നമ്മളുടെ നമ്മളുടെ ന്യൂറൽ ആക്ടിവിറ്റീസിനായിട്ട് നമ്മളുടെ ശരീരത്തിന്റെ ഭാഗം ആയിട്ട് നമ്മളുടെ മസ്തിഷ്കത്തിന്റെ പിൻഭാഗത്തുള്ള ആ ആക്ടിവിറ്റീസ് കുറയുകയും നമ്മൾ ഫൈറ്റ്, ഫ്ലൈറ്റ് ഓർ ഫ്രീസ് എന്നുള്ള ആ മോഡിൽ നിന്ന് കൂടുതൽ പ്രശാന്തതയിലേക്ക് നമ്മൾ വരും. ഇതന്നെയാണ് നമ്മൾ ന്യൂറൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അമിഗ്ഡാലയുടെ
ഓവറായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ആ പ്രവർത്തനം നമുക്ക് കുറയ്ക്കാനും അതുപോലെ തന്നെ ഫ്രീ ഫ്രണ്ടൽ കോർട്ടക്സിനെ കൂടുതലായിട്ട് ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പം നമ്മളുടെ ആ ഇമോഷണൽ ആയിട്ടുള്ള ഒരു റെഗുലേഷനെ ഈ മെഡിറ്റേഷൻ വഴി നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എൻഹാൻസ്ഡ് റെസീലിയൻ, കൂടുതൽ പ്രശാന്തത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടുതൽ സമാധാനം, ശാന്തി, ഇതെല്ലാം നമുക്ക് നമുക്ക് വീണ്ടും നമുക്ക് പുനഃസ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. മൈൻഡ്ഫുൾ മൈൻഡ്ഫുൾ സെൽഫ് കെയറിന്റെ ഒരു ഭാഗം ഒന്നാണ് ബി പ്രസന്റ് വിത്ത് യുവർ ഇമോഷൻസ്. അതായത് നമ്മൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളുടെ അല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങളുടെ അതാത് സമയത്തുള്ള ആ പ്രതിഫലനങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നു. ദാറ്റ് മീൻസ് വി ആർ പ്രസന്റ് നൗ, ഹിയർ ആൻഡ് നൗ വിത്ത് അവർ ഓൺ ഇമോഷൻസ്. നമ്മൾ എന്താണ് കൃത്യമായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ അറിയുന്നു. അത് ചിലപ്പം ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, സങ്കടമായിരിക്കാം, നിരാശയായിരിക്കാം, കോപമായിരിക്കാം, അല്ലെങ്കിൽ പ്രതികാരമായിട്ടുള്ളതാകാം, പ്രത്യേകിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇമോഷൻസ് ആയിരിക്കാം. ഇതിനെ നമ്മൾ അറിയുന്നു. പക്ഷെ നമ്മൾ അത് നമ്മളുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ആ ചിന്തകളിലേക്ക് അതിനെ കടത്തിവിടാതെ നമ്മൾ ജസ്റ്റ് ഒബ്സർവ്, ഒരു സാക്ഷി ഭാവത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ എഫക്റ്റ്, നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിന്റെ എഫക്റ്റ് നമ്മുടെ ബ്രെയിനിൽ വരുന്നില്ല. നമ്മളുടെ ബ്രെയിനിൽ വരാത്തിടത്തോളം കാലം നമ്മുടെ ശരീരത്തിലേക്കും അത് കടന്നു പോവുകയില്ല. അല്ലെങ്കിൽ നമ്മൾ രോഗാതുരമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കും. പ്രാക്ടീസ് നോൺ ജഡ്ജ്മെന്റ്. കൂടുതലായിട്ട് എല്ലാത്തിനും പ്രതികരിക്കുക. ആ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയോട് പ്രതികരിക്കുക. അങ്ങനെ ആ പ്രതികരിച്ച് നമ്മൾ അക്വയർ ചെയ്ത ആ ഹാബിറ്റ് അനുദിനം നമുക്കുണ്ടാകുന്ന എല്ലാ അനുഭൂതികളിലേക്കും എല്ലാ വികാരങ്ങളിലേക്കും എന്തെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ അതിലേക്കെല്ലാം പ്രതികരിക്കാൻ, അതിനെല്ലാം ജഡ്ജും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ, എല്ലാത്തിനെയും സാക്ഷിഭാവത്തോടുകൂടി കാണാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്നുള്ളത് കമ്പാഷനേറ്റ് ഇന്നർ വോയിസ്. ഡെവലപ്പ് എ കമ്പാഷനേറ്റ് ഇന്നർ വോയിസ്. നമുക്ക് കൂടുതൽ കമ്പാഷനേറ്റ് ആയിട്ടുള്ള, കരുണയോടുകൂടി, ആർദ്രമായ ഭാവത്തോടു കൂടി നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ഇന്നർ ചാറ്ററിങ്, മെന്റൽ ചാറ്ററിങ്ങിനെ നമുക്ക് കാണാൻ സാധിക്കുക. ഈ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഇന്നർ വോയിസ് പ്രത്യേകിച്ച് നമുക്ക് സ്വയം തന്നെ നമുക്ക് നൽകുമ്പോൾ അതും ഒരു മൈൻഡ്ഫുൾ സെൽഫ് കെയറിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാകുന്നുണ്ട്. മറ്റൊന്ന് റൈറ്റ് ആൻഡ് റിപ്പീറ്റ് അഫർമേഷൻസ്. മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് മെഡിറ്റേഷന്റെ സമയത്ത് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ അടിച്ചമർത്തിയ, നമ്മളെ താഴ്ത്തിക്കെട്ടിയ, നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള ആ കമന്റ്സുകൾ ഉണ്ടാകും. ഇമോഷണൽ ആയിട്ട് അബ്യൂസ് ചെയ്തിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി ശാന്തമായിരുന്ന് മെഡിറ്റേഷന്റെ സമയത്ത് അല്ലെങ്കിൽ ഈ വികാരങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ തലയിൽ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ നമുക്ക് അതിനെ ആ വിചാരങ്ങളെ എഴുതി വെക്കാൻ സാധിക്കും. അതിനാണ് മൈൻഡ്ഫുൾ ജേർണലിംഗ് എന്ന് പറയുന്നത്. അതേക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയാം. അതുപോലെ തന്നെ റിപ്പീറ്റ് പോസിറ്റീവ് അഫർമേഷൻസ് വഴി നമുക്ക് നമ്മളുടേതായിട്ടുള്ള ആ മൂല്യം, നമ്മളുടേതായ വാല്യൂ, അതെല്ലാം നമുക്ക് വർദ്ധിപ്പിക്കാനും കൂടുതൽ റെസീലിയന്റ് ആകാനും നമുക്ക് സാധിക്കും. റിലീസ് ഗിൽറ്റ് ആൻഡ് ഷെയിം. ഇതാണ് ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള അബ്യൂസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗിൽറ്റ് ആൻഡ് ഷെയിം. നമ്മളെ നമ്മൾ കുറ്റക്കാരാണെന്ന് അവർ സ്ഥാപിക്കുന്നു, ഗ്യാസ് ലൈറ്റിംഗ് ഒക്കെ വഴി. അതുപോലെ തന്നെ ഷെയിം എന്ന് പറയുന്നത് നമ്മളിൽ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കും. അപ്പൊ കുറ്റബോധവും ഈ ഷെയിമും നമ്മളിൽ നിന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെ വിട്ടുകളയാൻ വേണ്ടിയിട്ട്, ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ആ ഒരു മനോഭാവത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കും. ഫോക്കസ് ഓൺ ഗ്രോത്ത്, നോട്ട് ബ്ലെയിം. നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിലേക്കുള്ള ഒരു ഇതിലേക്കല്ല, നമ്മളുടെ തന്നെ സെൽഫ് കെയറിലൂടെ കൂടുതൽ നമുക്ക് തന്നെ വളർച്ച പ്രാപിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ വളർച്ചയിലൂടെ നമ്മൾ വീണ്ടും നമ്മളുടെ പഴയ സ്ഥിതിയെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ആ ബ്ലെയിമിംഗ് എന്നുള്ള എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്തു, അല്ലെ എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്തു, എൻ്റെ പിതാവ് എന്നോട് ചെയ്തു, ഇങ്ങനെയുള്ള ആ വ്യക്തികളിലേക്ക് എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ട് ഇതല്ലായിരുന്നെങ്കിൽ എനിക്ക് വലിയ ഭാവി ഉണ്ടാകുമായിരുന്നു എന്നുള്ള ആ ബ്ലെയിമിങ്ങിലേക്ക്, അല്ലെങ്കിൽ എപ്പോഴും അവരെ കുറ്റപ്പെടുത്തുക, അങ്ങനെ അതുപോലെ തന്നെ ഒരു വിക്ടിം മോഡിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സർവൈവർ മോഡിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ട് സഹായിക്കും. ദെൻ കീപ്പ് ബ്രെത്ത് അവെയർനെസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാര്യം ഇവിടെ എനിക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മളുടെ ബ്രീത്തിങ്ങിന്റെ ആ രീതി ഉണ്ടല്ലോ, അത് പലപ്പോഴും നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ
കുറെ കാലം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ബ്രീത്തിങ് അത് നോർമൽ ആയിട്ടുള്ള ആ ബ്രീത്തിങ്ങിൽ നമ്മൾ മാറിപ്പോകും, പക്ഷെ നമ്മളത് അറിയില്ല. ഒരു ഉദാഹരണം നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടസ്ഥിതി ഏതെങ്കിലും ഒരു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫൈറ്റ് അല്ലെ ഫ്ലൈറ്റ് ആ മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രത്ത് മാറിപ്പോകുന്നുണ്ട്, ആ റിഥം മാറിപ്പോകുന്നുണ്ട്. ഇത് തന്നെ നമ്മൾ ഇങ്ങനെ നമ്മളുടെ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോഴേക്കും നമ്മുടെ ബ്രീത്തിങ് ആ റിഥം മാറിപ്പോകുന്നുണ്ട്. അതിനെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില സമയത്ത് നമുക്ക് കൂടുതൽ ഡീപ്പ് ബ്രത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ബ്രീത്തിങ്ങിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യുമ്പോഴേക്കും ആ പഴയ രീതിയിലുള്ള ആ ബ്രീത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. നമ്മൾ അറിയാതെ നമ്മളുടെ ആ ബ്രീത്തിങ് റിഥം മാറിപ്പോയിട്ടുണ്ട്. അത് മാറിയാൽ അത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു എങ്കിൽ മാത്രമേ നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ടുള്ള ആ സെൽഫ് കെയറിലൂടെ അല്ലെങ്കിൽ കൂടുതൽ ബ്രീത്തിങ് എക്സസൈസിലൂടെ നമുക്ക് റെസിലിയൻസ് കൂടുതൽ പുനഃസ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദെൻ മറ്റൊന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ് പ്രാക്ടീസ് ബോഡി സ്കാൻ. അത് നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ചെയ്യാം. ദിവസത്തിൽ ഒരു പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മറ്റു ജോലികൾ ചെയ്യുന്ന സമയത്തും നമുക്ക് ബോഡി സ്കാൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ യൂസ് ഗൈഡഡ് മെഡിറ്റേഷൻ നമുക്ക് കേൾക്കാം. ഇപ്പോഴാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് അല്ലെ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ട്. അതല്ലെങ്കിൽ തന്നെ നമുക്ക് തന്നെത്താൻ എഴുതി നമുക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ മൈൻഡ്ഫുൾനെസ്സിന്റെ ആ സെൽഫ് കെയറിലേക്ക് വരും. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൈൻഡ്ഫുൾ ജേർണലിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഇതേക്കുറിച്ച് ഒരു ചെറിയ ആർട്ടിക്കിൾ എഴുതി ഞാൻ നമ്മളുടെ ഗ്രൂപ്പിൽ വിട്ടിരുന്നു. എത്ര പേര് വായിച്ചു കണ്ടു എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ നമുക്കത് ഒരിക്കൽ കൂടി ഞാൻ അത് അവർക്ക് കൊടുക്കാം. ഇത് അങ്ങനെ ചെയ്യാം. ഓക്കെ, ദെൻ മൈൻഡ്ഫുൾ ജേർണലിംഗിന്റെ ഏറ്റവും എന്താണ് നമ്മൾ സെൽഫ് അവയർനെസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു മെത്തഡാണ് മൈൻഡ്ഫുൾ ജേർണലിംഗ്. അത് മൈൻഡ്ഫുൾനെസ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അതേ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും ചെയ്യും. അതുപോലെ തന്നെ വളരെയേറെ ഇതേക്കുറിച്ച് പുസ്തകങ്ങൾ തന്നെയുണ്ട്, എങ്ങനെയാണ് മൈൻഡ്ഫുൾ ജേർണലിംഗ് ചെയ്യേണ്ടതെന്ന്. ഇന്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുസ്തകങ്ങൾ കിട്ടും, അല്ലെങ്കിൽ ഒത്തിരി ഇതിനു വേണ്ടിയിട്ടുള്ള അറിവുകൾ നമുക്ക് കിട്ടും. ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇമോഷണൽ വാലിഡേഷൻ ഒത്തിരി കിട്ടും. അതായത് നമുക്ക് വൈകാരികമായിട്ട് നമുക്ക് തന്നെ സെൽഫ് വാലിഡേഷൻ കിട്ടും. നമ്മൾ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾ ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളുടെ ആ സെൽഫ് കെയറിന്റെ ഒരു ഭാഗമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. മറ്റുള്ളവർ തകർത്ത് കളഞ്ഞ വൈകാരികമായിട്ടുള്ള നമ്മളുടെ ആ മേഖലയെ പുനഃസ്ഥാപിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു സെൽഫ് വാലിഡേഷനിലൂടെ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൈൻഡ്ഫുൾ ജേർണലിംഗിന്റെ മറ്റൊരു അതിനുള്ള ഒരു ഗുണമാണ് റീബിൽഡിംഗ് സെൽഫ് വർത്ത്. നമ്മുടെ തന്നെ ആ സെൽഫ് വർത്ത് വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് സാധിക്കും. ദെൻ ട്രാക്കിംഗ് പ്രോഗ്രസ് ആൻഡ് ഗ്രോത്ത്. നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണിൽ നിന്ന് നമ്മൾ ആ പ്രോസസ് അതായത് റിക്കവറി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുമാത്രം ഗ്രോത്ത് അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടായി എന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും മൈൻഡ്ഫുൾ ജേർണലിംഗ് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഐഡന്റിഫൈങ് ട്രിഗേഴ്സ്. പിന്നെ നമുക്ക് ഏതെല്ലാം സാഹചര്യത്തിലാണ് നമ്മൾ വൈകാരികമായിട്ട് നമ്മൾ പ്രതികരിക്കുന്നത്, നമ്മൾ പൊട്ടിത്തെറിക്കുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളുടെ ട്രിഗേഴ്സ് എന്താണ്, അതുപോലെ തന്നെ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ നമ്മളുടെ ട്രേറ്റ്സ് എന്താണ്, നമ്മളെ കൂടുതൽ അപകടകരമാക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം എന്താണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് നമ്മൾ ഇങ്ങനെ ഈ മൈൻഡ്ഫുൾ ജേർണലിംഗ് നമ്മളെ സഹായിക്കും. ക്രിയേറ്റിംഗ് ഇമോഷണൽ ഡിസ്റ്റൻസ് ഫ്രം ദി അബ്യൂസർ മറ്റൊന്നാണ്. അതായത് ഇവരുമായിട്ട് ഈ അബ്യൂസ് ചെയ്യുന്ന ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ഒരു വൈകാരികമായ അകൽച്ച സാധിക്കുന്നതിന് കാരണം നമ്മൾ എല്ലാ ദിവസവും എഴുതുന്നു, അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഇത് വരുമ്പോഴേക്കും നമുക്ക് ഇവരിൽ നിന്ന് വൈകാരികമായിട്ട് നമുക്ക് ഒരു അകൽച്ച പാലിക്കുന്നതിന് വേണ്ടി സാധിക്കും, അത് പോസിറ്റീവായ നിലയിൽ. അതുപോലെ തന്നെ പ്രസന്റ് മൊമെന്റ് അവയർനെസ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. നമുക്ക് ഇന്നലകളിൽ വന്ന വീഴ്ചകളെ കുറിച്ച് നമ്മൾ സ്വയം വളരെ ഒബ്ജക്റ്റീവായിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ എഴുതി വെക്കുന്നത് വീണ്ടും ഒന്ന് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പ്രസന്റ് മൊമെന്റ് അവയർനെസ് കിട്ടാൻ വേണ്ടി വരും. പിന്നെ ഈ പ്രാക്ടീസ് മൈൻഡ്ഫുൾ ജേർണലിംഗ് ഇറ്റ്സെൽഫ് ഈസ് എ പ്രസന്റ് മൊമെന്റ് അവയർനെസ് ആണ്. നമ്മളിലേക്ക് തന്നെ ചൂഴ്ന്നിറങ്ങി നമ്മൾ തന്നെ അതിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള അതൊരു കുറെ സമയമൊക്കെ എടുത്താണ്, അരമണിക്കൂറൊക്കെ എടുത്താണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ എൻകറേജിങ് ഫോർഗീവ്നെസ്. നമുക്ക് നമ്മളോട് തന്നെ ഫോർഗീവ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇനി മറ്റുള്ള നമ്മളെ അബ്യൂസ് ചെയ്തിട്ടുള്ള അബ്യൂസറിനെ കുറിച്ച് അതും അതിൻ്റെ ഒരു ഭാഗമാക്കി നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് നമ്മളോട് തന്നെ
ഫൊർഗീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളോട് തന്നെ നമുക്ക് ക്ഷമിക്കാനുള്ള ആ ചാൻസ് കൂടുതലായിട്ട് വരും. ദെൻ മൈൻഡ്ഫുൾ ജേർണലിങ്ങിന്റെ മറ്റൊന്ന് ഡെയിലി റിഫ്ലക്ഷൻസ് ആണ്. നമ്മൾ എന്താണ് ഇന്ന് സംഭവിച്ചത്, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലാണ് എഴുതുന്നതെങ്കിൽ ഇന്ന് എന്ത് സംഭവിച്ചു, ഓക്കെ, ഈ സാഹചര്യത്തിൽ എന്നെ അബ്യൂസ് ചെയ്തോ, അല്ലെങ്കിൽ എന്നെ അവർ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു റിട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഡെയിലി റിഫ്ലക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ദെൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്. നമ്മൾ എന്തായാലും വിജയിച്ചു, നമുക്കിത് എന്തുമാത്രം പ്രോഗ്രസ് ഉണ്ടായി, ഇതിനേക്കാൾ ട്രാക്ക് ചെയ്യുന്നതിനെ പറ്റിയും, അതുപോലെ തന്നെ നമുക്ക് നമ്മളോട് തന്നെ എന്തുമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, അല്ലെങ്കിൽ അത് ഇതിലേക്ക് ഉൾപ്പെടുത്താം. നമുക്ക് സെൽഫ് കമ്പാഷൻ എക്സസൈസ് കൂടുതലായിട്ട് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈൻഡ്ഫുൾ ജേർണലിംഗ് നമ്മളെ സഹായിക്കും. കാരണം നമ്മളോട് തന്നെ കൂടുതൽ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ആ എക്സസൈസ്, അതുപോലെ മെഡിറ്റേഷനിൽ അഫർമേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ട്രോമ ജേർണലിംഗ് എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്. അതായത് ആ വേദനയുടെ ആ ഇന്റൻസിറ്റി, അതീവ ദുഃഖത്തിൻ്റെതായിട്ടുള്ള ഒരു ജേർണലിംഗ് നമുക്ക് നടത്താൻ പറ്റും. അതും ഇതില് ഈ മൈൻഡ്ഫുൾ ജേർണലിംഗിന്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കും. അതായത് ഓരോ ദിവസവും, അല്ലെങ്കിൽ വളരെ തിക്താനുഭവങ്ങൾ ഏതെങ്കിലും ഇതുപോലെയുള്ള അബ്യൂസറിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും നമ്മളുടെ ഒരു മൈൻഡ്ഫുൾ ജേർണലിംഗിന്റെ ഭാഗമാക്കാൻ പറ്റും. ദെൻ അഫർമേഷൻ റൈറ്റിംഗ് ഉണ്ട്. അതായത് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മളെ കൂടുതൽ ഉത്സാഹികളാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആന്തരികമായ ഊർജം തരാൻ വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ് റൈറ്റിംഗ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. മറ്റൊന്ന് നമുക്ക് ചെയ്യാവുന്ന സെൽഫ് കെയറിന്റെ ഒരു ഭാഗമാണ്, അതായത് റെക്കഗ്നീഷൻ. നമ്മൾ ഇതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇതിന്റെ ഒരു വിക്ടീമാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇരയായി തീർന്നു. അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവശാൽ അങ്ങനെ ആയി തീർന്നു. അത് ചിലപ്പോൾ നമ്മളിപ്പോൾ മാതാപിതാക്കളാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണെങ്കിലും നമുക്ക് നമ്മുടെയൊക്കെ നാട്ടിലെ ആ കൾച്ചർ അനുസരിച്ച് കുറേയൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. അക്സെപ്റ്റൻസ്, ഇതിങ്ങനെ ഒരു ചുറ്റുപാടിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഏറ്റവും അവതാനപൂർവമുള്ള ഒരു അക്സെപ്റ്റൻസ് നമുക്ക് വേണം. റിഫ്ലക്ട് ഓൺ യുവർ എക്സ്പീരിയൻസ്. അതായത് നമുക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും നമ്മുടെ അനുഭവങ്ങളെ കുറിച്ചും നമ്മൾ നമുക്ക് മെഡിറ്റേഷനിലൂടെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റെക്കഗ്നൈസ് ദി സൈക്കോളജിക്കൽ ഇമ്പാക്ട്. എന്താണ് മനസ്സിലുണ്ടാകുന്നത്, ഇതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ മൈൻഡ്ഫുൾ ജേർണലിംഗ് നടത്തുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാതെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള വികാരങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളെ നമ്മൾ പെരുപ്പിച്ച് കാണിക്കുകയല്ല, അത് പർവ്വതീകരിക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് കുറെ കൂടി ഒബ്ജക്റ്റീവായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. അക്സെപ്റ്റ് ദാറ്റ് യു ആർ നോട്ട് എ ബ്ലെയിം. മറ്റുള്ളവര് നമ്മളെ കുറ്റപ്പെടുത്തിയതുപോലെ, അല്ലെങ്കിൽ നമ്മളിലേക്ക് കുത്തിവെച്ച ആ ബ്ലെയിം, അല്ലെങ്കിൽ ആ ഗിൽറ്റ് ഫീലിങ്സ്, ഈ കുറ്റബോധങ്ങളൊന്നും അല്ല, അതല്ല എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് അവരുടെ കുറ്റം കൊണ്ട് അവർ നമ്മളിൽ അടിച്ചേൽപ്പിച്ചതാണ്. അതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നതിന് സാധിക്കും. ദെൻ റെക്കഗ്നൈസ് ദി അക്നോളജ് ദി ഫിയർ ആൻഡ് ഡിനയൽ. ഓക്കെ, ഒന്നുകിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഭയപ്പെടുന്നു, അല്ലെങ്കിൽ നമുക്ക് അത് ഡിനേ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ദെൻ അടുത്തത് മെയിൻറ്റെയിനിങ് യുവർ ബൗണ്ടറി. ഇത് നമ്മളുടെ ഈ സെൽഫ് കെയറിന്റെ ഒരു ഭാഗമാണ്. നമ്മളുടെ ക്ലാരിഫൈ യുവർ ബൗണ്ടറീസ്, നമ്മളുടെ ആ സ്പേസ് നമ്മൾ തന്നെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത് ഈ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ക്ലാരിഫൈ യുവർ ബൗണ്ടറീസ്. വ്യക്തികളുമായിട്ട് ഇങ്ങനെ നമ്മൾ സംവദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും നമ്മുടെ ബൗണ്ടറി ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ക്ലാരിഫൈ ചെയ്ത്, അതിനെ വേണ്ടത്ര അസർട്ടീവായ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. കമ്മ്യൂണിക്കേറ്റ് ഫേമിലി ആൻഡ് ഡയറക്ട്ലി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളിത് കേട്ട് മടുത്ത് കാണും, വർഷങ്ങളായിട്ട് കേൾക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വളരെ ശക്തമായിട്ട് ചില സന്ദർഭങ്ങളിലെല്ലാം അങ്ങനെ പറയേണ്ട സമയത്ത് ഒത്തിരി വികാരങ്ങളോടുകൂടി അല്ലാതെ തന്നെ നമ്മളത് ഫേമിലി ആൻഡ് ഡയറക്ട്ലി നമ്മളത് പ്രകടിപ്പിക്കുക. സ്റ്റേ ഇമോഷണലി ഡിറ്റാച്ച്ഡ്. ഈ പറയുന്നത് മുഴുവനും നെഞ്ചിലേക്ക് വഹിക്കരുത്, അല്ലെങ്കിൽ നമ്മളത് നമ്മളുടെ സ്വന്തമാക്കരുത്. അവർ പറയുന്നത് യു ആർ സ്റ്റുപ്പിഡ് എന്ന് പറയുന്നത്, യൂസ്ലെസ് എന്നൊക്കെ പറയുന്നത്, ഐ ആം യൂസ്ലെസ് ഓർ ആം ഐ യൂസ്ലെസ് എന്നുള്ള അതിലേക്കല്ല വരേണ്ടത്. അതിൽ നിന്നും നമ്മൾ ആ വൈകാരികമായ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരണം. ബി പ്രിപ്പയർഡ് ഫോർ എ പുഷ് ബാക്ക്. എപ്പോഴും നമ്മളെ പുറകോട്ട് തള്ളി മാറ്റുന്ന, അല്ലെങ്കിൽ വീണ്ടും നമ്മളെ
വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഇകഴ്ത്തി പറയുന്ന അല്ലെങ്കിൽ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കൊണ്ടുള്ള അതിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുക. ദെൻ യൂസ് ദി ബ്രോക്കൺ റെക്കോർഡ് ടെക്നിക്ക് എന്ന് പറയും. ബ്രോക്കൺ റെക്കോർഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കലായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതായത് ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മളെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന സാഹചര്യം, നമ്മളിൽ ഗിൽറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ അതിനെ ബ്രോക്കൺ റെക്കോർഡ്, ഇത് ടേപ്പ് റെക്കോർഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയും റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു അവസ്ഥയാണ് പലപ്പോഴും ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ നമ്മളോട് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു അസർട്ടീവ് ബിഹേവിയർ പാറ്റേൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾ ആർഗ്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ഇത് നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് അവരോട് പറയാനുള്ള ബ്രേക്ക് ചെയ്യുക, റെക്കോർഡഡ് ആയിട്ടുള്ള ആ കാര്യം എന്താണ് നമ്മൾ ചെയ്യുന്നത്? നോ, ഐ ഹാവ് ഹേർഡ് ഓൾറെഡി, എനിക്കിതറിയാം, നിങ്ങൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ട എന്ന് പറയുക. നമ്മളുടെ സ്റ്റാൻഡ് എന്താണെന്ന് നമ്മൾ പറയുക. ഓക്കെ, നിങ്ങൾ ഇനി ഇത് എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ആ ഒരു രീതിയാണ് ബ്രോക്കൺ റെക്കോർഡ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ദെൻ ലിമിറ്റ് ഇമോഷണൽ ഷെയറിങ്. മറ്റൊന്ന് നമ്മൾ വൈകാരികമായിട്ടുള്ള നമ്മളുടെ ആ പങ്കുവയ്ക്കൽ അല്ലെങ്കിൽ ആ ഷെയറിങ് ഇങ്ങനെയുള്ള വ്യക്തികളിലുമായിട്ട് നമ്മൾ അധികം ചെയ്യരുത്. കാരണം അത് വീണ്ടും അവർ നമുക്ക് തിരിച്ചു വെക്കും. കാരണം അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, ദെൻ ബൗണ്ടറീസിന്റെ മെയിൻറ്റെയിനിങ് യുവർ ബൗണ്ടറീസിന്റെ മറ്റൊന്നാണ് ഡിറ്റാച്ച് ഫ്രം ദെയർ റിയാക്ഷൻസ്. അവർ ചിലപ്പോൾ നമ്മളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്യുകയോ ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഈ ബ്രോക്കൺ റെക്കോർഡിലേക്കൊക്കെ വരുമ്പോഴേക്കും അവർ വളരെ വയലന്റ് ആയിന്ന് വരും. ശാരീരികമായിട്ട് പോലും നമ്മൾ ഉപദ്രവിക്കാനുള്ള ഇതിലേക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വൈകാരികമായിട്ടുള്ളതാണെങ്കിൽ ആ റിയാക്ഷൻസിനെ നമ്മൾ അവഗണിക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് മാറാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ഇവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഇതുപോലെയുള്ള വൈകാരികമായിട്ടുള്ള പ്രത്യേക തലങ്ങളിൽ വരുമ്പോഴേക്കും അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ നമ്മൾ ലിമിറ്റ് ചെയ്യുക നമ്മളുടെ കോണ്ടാക്ട്, അല്ലെങ്കിൽ അത് കുറയ്ക്കുക, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരും. ചിലപ്പോഴും ഉദാഹരണമായിട്ട് പറഞ്ഞ ചില വിവാഹമോചനം പ്രാപിച്ചിട്ടുള്ള ചില വ്യക്തികൾ, നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഭർത്താക്കന്മാരോ ഭാര്യമാരോ വീണ്ടും ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. വൈകാരികമായിട്ട് നമ്മളെ വീണ്ടും ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ നോ കോണ്ടാക്ട്, അത് വേണ്ട എന്നുള്ളത് ബ്രേക്ക് ചെയ്യാനുള്ള തൻ്റെ ഇടം നമ്മൾ കാണിക്കുക. അതുപോലെ തന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അതിനെ വേണ്ടത്ര വിധത്തിൽ നമ്മൾ അംഗീകരിക്കാനും അതിനെ ഫോളോ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ആ ഒരു രീതി തൻ്റെ ഇടം നമ്മൾ ചെയ്യുക. മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് നമ്മളുടെ നമ്മുടെ ബൗണ്ടറീസിനെ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതേക്കുറിച്ച് അല്ലെങ്കിൽ ഭൂതകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള അതേക്കുറിച്ച് കൂടുതൽ അവെയർ ആകുക. അത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അടുത്തത്, ഐഡന്റിഫൈ സിറ്റുവേഷൻസ് ഓർ പീപ്പിൾ കൺസിസ്റ്റന്റ്ലി വയലേറ്റ് യുവർ ബൗണ്ടറീസ്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇതിനൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്. നമുക്ക് വൈകാരികമായിട്ട് പ്രത്യേകിച്ച് നമ്മളെ സഹായിക്കുന്നതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതായത് വീണ്ടും വീണ്ടും വരുമ്പോഴും ചിലപ്പോൾ അവർ ലവ് ബോംബിംഗ് ഒക്കെ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മളെ പ്ലീസിങ് ചെയ്യാൻ വേണ്ടി നോക്കും. അതൊന്നും സാരമില്ല എന്ന് ഒത്തിരി സ്നേഹങ്ങളൊക്കെ നടിച്ചെന്ന് വരും. കാരണം ഓരോ കാര്യങ്ങളിൽ നമ്മളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളും അതും ഒരു ബൗണ്ടറി ബ്രേക്കിംഗ് ആണ്. അതും നമ്മൾ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുക. സ്റ്റാർട്ട് വിത്ത് സ്മോൾ സ്റ്റെപ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാലത്ത് നമ്മൾ കീഴടങ്ങി, ആ കീഴടങ്ങിയതിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ നമുക്ക് വീണ്ടും നമ്മളുടേതായിട്ടുള്ള ബൗണ്ടറി, നമ്മുടെ ആ സ്പേസ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വയലന്റ് ആയിട്ട് നമ്മൾ പ്രതികരിച്ചിട്ടും കാര്യമില്ല, അത് കൂടുതൽ വഷളാകുകയുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കാൻ നോക്കുക. ആദ്യം ഏതെങ്കിലും തരത്തിൽ നമുക്ക് പറയുമ്പോഴേക്കും നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ നോ എന്ന് പറയേണ്ടിടത്ത് നോ പറയുക, അസർട്ടീവ് ആക്കുക. അതുപോലെ തന്നെ ദി ബ്രോക്കൺ ആയിട്ടുള്ള റെക്കോർഡ് നമ്മൾ ഭേദിക്കുക. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരിക്കൽ സബ്മിസീവ് ആയിരുന്നു. അത് അങ്ങനെയുള്ള ആളുകൾക്ക് അത് വീണ്ടും ഒന്ന് പിടിച്ച് അവരുടേതായിട്ടുള്ള ആ സ്പേസ് പിടിച്ചെടുക്കാൻ പ്രയാസം വരുന്ന സാഹചര്യങ്ങളിൽ ചെറിയ സ്റ്റെപ്പ് നമ്മൾ എടുക്കുക.
അതിൽ നമ്മൾ വിജയിച്ചെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ അഭിനന്ദിക്കുക, വീണ്ടും വീണ്ടും കൂടുതൽ സ്റ്റെപ്പ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പ്, അതായത് ഒരു വലിയൊരു സ്പ്രിങ് അല്ലെങ്കിൽ ഒരു ലീപ്പ് നമ്മൾ പ്രതീക്ഷിക്കരുത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നോ പറഞ്ഞ് നമ്മളുടെ ലിമിറ്റ് നമ്മൾ വീണ്ടും പുനഃസ്ഥാപിക്കുക, അല്ലെങ്കിൽ നമ്മൾ അത് റീഗെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. പ്രാക്ടീസ് ബൗണ്ടറി സെറ്റിംഗ്, ലോ സ്റ്റേക്സ് സിറ്റുവേഷൻസ് ബിൽഡ് കോൺഫിഡൻസ്. നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള ആ സ്റ്റെപ്പുകൾ ചെറിയ തോതിൽ എടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ദിവസവും കൂടുതലായിട്ട് നമ്മൾ ഇതിൽ പുരോഗമിക്കുക. ദെൻ സീക്ക് ഹെൽപ്പ്. അടുത്തത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന്, നമുക്ക് എക്സ്പേർട്സിന്റെ കയ്യിൽ നിന്ന്, നമ്മളുടെ കൂട്ടുകാരിൽ നിന്ന്, പോസിറ്റീവായിട്ടുള്ള അങ്ങനെയുള്ള ആ സർക്കിളിൽ നിന്ന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഐഡന്റിഫൈ ദ റീസൺസ്. അത് നമുക്ക് ചെയ്യാവുന്ന മറ്റൊന്നാണ്. അതും നമ്മൾ അവധാനപൂർവ്വം അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പോകുമ്പോഴേക്കും നമ്മൾ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് റീസണബിൾ ആയിട്ട് നമ്മൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന, ഈ അബ്യൂസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആ രീതിയിലായിരിക്കണം. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു കൗൺസിലറിനെ നമ്മൾ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ ഒരു തെറപ്പോറ്റിക് ആയിട്ടുള്ള ആ ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവിടെ പോയിട്ട് ഇയാളെ കുറ്റം പറയുന്നതിന്, ഭാര്യയെ, ഭർത്താവിനെ, മാതാവിനെ, പിതാവിനെ കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ടല്ല ശ്രമിക്കേണ്ടത്. നമ്മൾ അതിനെ, ആ റീസൺസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഇതിനൊക്കെ കുറെ നമ്മളുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു പക്വത നമുക്ക് ആവശ്യമുണ്ട്, വൈകാരികമായ പക്വത ആവശ്യമുണ്ട്. അവിടെയാണ് നമുക്ക് മൈൻഡ്ഫുൾനെസ് നമ്മളെ സഹായിക്കുന്നത്. ബിൽഡ് കോപ്പിയിങ് സ്കിൽസ് ടു നാവിഗേറ്റ് ദി അബ്യൂസീവ് റിലേഷൻഷിപ്പ്. അത് നമുക്ക് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സഹായിക്കുന്ന ആ സാഹചര്യങ്ങൾ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ കൂടുതൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ രീതിയിൽ അതിനെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. Then resist the urge to remain contact with somebody who is abusive. അങ്ങനെയുള്ള നമ്മളെ അബ്യൂസ് ചെയ്യുന്ന ആളുകളെ, ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ബൗണ്ടറി കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ഇങ്ങനെ ഉള്ള വീണ്ടും അവരിലേക്ക് നോ കോണ്ടാക്റ്റിലേക്ക് തന്നെ പോകാൻ മാത്രമുള്ള ഒരു ഏർജ്, അതിനുള്ള തൻ്റെ ഇടം നമ്മൾ തന്നെ നമ്മൾ തന്നെ നേടിയെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങനെയുള്ള അബ്യൂസീവ് ആയിട്ടുള്ള ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളെ നമ്മൾ കൂടുതൽ സത്യസന്ധമായിട്ട് നമ്മൾ അതിനെ അറിയാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനെല്ലാം നമുക്കൊരു പക്വത നമുക്ക് ആവശ്യമുണ്ട്. ഒരു മാനസികമായ ഒരു അവസ്ഥ ഒരു പ്രത്യേക രീതിയിൽ വന്നാൽ മാത്രമേ ഉള്ളൂ. വളരെയേറെ ക്ഷുഭിതമായ ഒരു മനസ്സോടുകൂടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ കാണാതെ പോകും. നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ എക്സ്പീരിയൻസിനെ തന്നെ ഒന്ന് ഒന്നുകൂടെ പ്ലേ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കാതെ വരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സമചിത്തത നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പാലിക്കുന്നതിന് നമ്മൾ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഫിഗർ ഔട്ട് ദ സിംറ്റംസ് ഓഫ്, അതുപോലെ തന്നെ നമ്മൾക്ക് ആങ്സൈറ്റി കൂടുന്നുണ്ടോ, ഡിപ്രസീവ് ആയിട്ടുള്ള ഇതിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ അവബോധമുള്ളവരായിരിക്കണം. കാരണം നമ്മൾ അറിയില്ല, നമ്മൾ ഏതോ ഒരു ഒഴുക്കിൽപ്പെട്ട് പോകുന്ന ആ ഒരു രീതി വന്നു കഴിഞ്ഞാൽ ആ ഒഴുക്കിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയല്ല. അതുപോലെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒഴുക്കിൽ പെടാതിരിക്കാൻ വേണ്ടി, ചിന്തകളുടെ അല്ലെങ്കിൽ വികാരങ്ങളുടെ ആ ഒഴുക്കിൽ നമ്മൾ പെട്ട് മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അവയർനെസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് നമ്മളുടെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ, മനോഭാവങ്ങളിൽ ഉണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ചിന്തകളിൽ സെൽഫ് ഹാം, നമ്മളുടെ ശക്തി, നമ്മുടെ മാനസികമായ ശക്തി, വൈകാരികമായ ശക്തി, ആ സെൽഫ് വർത്ത്, ഇതെല്ലാം ഒഴുകിപ്പോവുക അല്ലെങ്കിൽ അതെല്ലാം നശിച്ചു പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ സീക്കിംഗ് ഹെൽപ്പ്, നമ്മൾ സഹായം തേടുന്ന അവസരത്തിലും അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മറ്റൊന്ന് ക്ഷമയാണ്. ക്ഷമ എന്ന് പറയുന്നത്, അതായത് നമുക്ക് പെട്ടെന്ന് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഹീലിംഗിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. അബ്യൂസീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സമയമെടുക്കുമെന്നുള്ള ആ ഒരു സത്യം അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. പലപ്പോഴും മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് വരുന്ന ആളുകൾ പലപ്പോഴും പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹീലിംഗ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു അത്ഭുതം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്.
അപ്പൊ അങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു ജലദോഷം വന്നു, പനി വന്നു, നമ്മൾ പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ നോക്കും. ക്യാൻസർ പോലുള്ള അസുഖമാണെന്നുണ്ടെങ്കിൽ അത് നടക്കോ ഇല്ലയോ എന്ന് നമുക്ക് സുഖം പ്രാപിക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് വേണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡോക്ടർമാരെ മാറി കണ്ടെന്ന് വരും. അപ്പൊ അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ ഈ അബ്യൂസ് എന്ന് പറയുന്നത് വളരെ കാലം നിന്നതുകൊണ്ട് അതിൽ നിന്ന് റിക്കവറി ചെയ്യുക എന്ന് പറയുന്നതും ഒരു റിവേഴ്സ് പ്രോഗ്രാം ആണ്, അല്ലെ പ്രോസസ്സാണ്. അതിനുവേണ്ടി സമയമെടുക്കുമെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. പേഷ്യൻസ് വിൽ ബി കീ ഇൻ യുവർ റിക്കവറി. അതായത് നമ്മുടെ ആ ക്ഷമ നമ്മൾ പരിശീലിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ വൈകാരികമായിട്ടുള്ള ആ മുറിവുകളെല്ലാം കാലമാണ്, അല്ലെ ടൈം എടുത്ത് ഉണങ്ങുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സെൽഫ് എസ്റ്റീം കൂടുതലായിട്ട് റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. അത് ഉണ്ടാകുന്നതിന് വേണ്ടി, തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ഷമ നമ്മൾ കാണിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ആ ലോങ് ടൈം റിക്കവറിക്ക് വേണ്ടി നമ്മളെ തന്നെ നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഒരുങ്ങണം. ഓക്കെ, അടുത്തത് എക്സസൈസ് ആണ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ളതാണ്, നമ്മളുടെ ഫിറ്റ്നസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്. അപ്പൊ അത് കൂടുതലായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മൈൻഡ്ഫുൾനെസ് നമുക്ക് കൂടുതൽ നമുക്ക് പ്രായോഗികമാക്കാൻ അല്ലെങ്കിൽ പരിശീലിക്കാൻ സാധിക്കും എല്ലാ തരത്തിലും. കാരണം നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്തും നമ്മൾ മൈൻഡ്ഫുൾ ആകുമ്പോഴേക്കും ദാറ്റ് ഈസ് ഓൾസോ എ മൈൻഡ്ഫുൾ ലിവിങ്ങിന്റെ ഒരു ഭാഗത്തിലേക്ക് വരും. അതുപോലെ നമ്മൾ ഉറക്കം കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു തരേണ്ട കാര്യങ്ങളില്ല, പക്ഷെ എന്നാലും ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സോറി, നല്ല ഭക്ഷണം കഴിക്കുക. അതായത് നമ്മളുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനെ പോലെ അല്ലെ ബ്രെയിനിനെ പോലെ തന്നെ ഡാമേജ് ചെയ്യുന്ന പല ഭക്ഷണങ്ങളുണ്ട്. അപ്പൊ ഹെൽത്തി ഈറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല ഭക്ഷണം, അതായത് വില കൂടിയ തരത്തിലുള്ളതല്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരു സമീകൃത ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സന്തോഷം തരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് ടൈം എടുക്കുക. ചിലപ്പം പാട്ട് കേൾക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകുന്നു, നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്നു. ഇങ്ങനെയുള്ള ഏതെല്ലാം തരത്തിലുള്ളതാണ് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് അത് ചെയ്യുക. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള നല്ല കൂട്ടുകാരുമായിട്ട് സൗഹൃദം പുലർത്തുക. നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നെഗറ്റീവായിട്ട് വീണ്ടും നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഗെറ്റിംഗ് ഫിസിക്കൽ ആക്ടിവിറ്റി, അത് ഓക്കെ, ക്ലിയർ ആണ്. പിന്നെ യൂസിങ് ദി കോപ്പിംഗ് സ്കിൽസ്, ലേണിംഗ് തെറപ്പി ഓർ ഹെൽപ്പ് മാനേജിങ് യുവർ റിലേഷൻഷിപ്പ്, അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് ഏതെല്ലാം തരത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സെൽഫ് കെയറിന്റെ ഒരു ഭാഗമാണ്. ദെൻ പ്രാക്ടീസിങ് മൈൻഡ്ഫുൾനെസ്, യോഗയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നടക്കുമ്പോൾ, ഓടുമ്പോൾ, ഭക്ഷിക്കുമ്പോൾ, കുക്ക് ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യത്തിലും നമുക്ക് മൈൻഡ്ഫുൾനെസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ആ രീതിയിലുള്ള ഒരു ടെക്നിക്കുകൾ നമ്മൾ കൂടുതൽ സമ്പാദിക്കുക. സപ്പോർട്ട് ഫ്രം ലവ്ഡ് വൺസ്, അതായത് നെവർ ഈൽഡ് ടു ലോൺലിനെസ്. നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ലോൺലിനെസ്സിലേക്ക്, ഏകാന്തതയിലേക്ക് പോകാൻ വളരെ ചാൻസ് ഉണ്ട്. കാരണം ഈ ദുഃഖം, ആ വേദന, ആ അബ്യൂസ് നമ്മൾ വർഷങ്ങളായിട്ട് സഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലോൺലി ആകാൻ സാധ്യതയുണ്ട്. അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ ഗീവ് യു ദി കമ്പാഷൻ, അതായത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ സെൽഫ് കമ്പാഷനിലേക്ക്, അത് നമ്മൾ തന്നെ നേടിയെടുക്കുക. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഏറ്റവും നമ്മുടെ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടവരിൽ നിന്ന് നമുക്കത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അത് കൂടുതലായിട്ട് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനുള്ളതാണ് മൈൻഡ്ഫുൾ മെഡിറ്റേഷനും. അത് ആ സമയത്ത് നമുക്ക് സെൽഫ് കമ്പാഷൻ കൂടുതലായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കാൻ സാധിക്കും. റെസ്പെക്ട് യുവർ ബൗണ്ടറി, ദെൻ കീപ്പ് ബിസി ഓൺ എസ്പെഷ്യലി ഡിഫിക്കൽട്ട് ഡേയ്സ്. നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ചില ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ മഴയായിരിക്കും, ചിലപ്പോൾ വലിയ കൊടുങ്കാറ്റായിരിക്കും, അല്ലെങ്കിൽ സൂര്യനുള്ളതായിരിക്കും, ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടിയതായിരിക്കും, കുറഞ്ഞതായിരിക്കും. ഇതുപോലെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ബിസി ആകുക. ബിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ഒരു എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് ചെയ്യാനുള്ള ജോലികൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ചിലരത് ഇങ്ങനെ വർക്കഹോളിക് ആയിട്ട് പോയി ചിലപ്പോൾ ഒരുപക്ഷെ അത് വല്ലാത്ത വിഷമങ്ങളിലേക്കും
ഡിപ്രഷനിലേക്കും അതുപോലുള്ള മറ്റു ഡിസോർഡറുകളിലേക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ വാലിഡേറ്റ് യുവർ പെയിൻ. നമ്മൾ തന്നെ നമ്മളുടേതായിട്ടുള്ള ആ പെയിൻ മാനസികമാകാം അല്ലെങ്കിൽ ശാരീരികമാകാം, ഇതുകൊണ്ടൊക്കെ ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ അതിനെ നമ്മൾ തന്നെ തിരിച്ചറിയുക, അതിനെ കണ്ടെത്തുക. കണ്ടിന്യൂസ്ലി റിമൈൻഡ് യു ദാറ്റ് യു ആർ ദിസ് ഈസ് നോട്ട് യുവർ ഫാൾട്ട്. അതായത് ഈ ഫാൾട്ട് ഇവർ പറഞ്ഞതൊക്കെ അതായിരിക്കും, കുത്തുവാക്കുകളൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടുള്ള അതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓർത്ത് നമ്മൾ വേദനിക്കുമ്പോഴും നമ്മൾ അതല്ല എന്നുള്ള ആ ഒരു ഇത് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ സേഫ്റ്റി പ്ലാനിങ്, അതായത് ഏതെങ്കിലും ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളിലൂടെ ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് എങ്ങനെ നേരിടാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഹോട്ട്ലൈൻ നമ്പേഴ്സ് അല്ലെങ്കിൽ അധികാരികളും അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള ഓർഗനൈസേഷൻസിനെയൊക്കെ നമുക്ക് എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിയുക, അല്ലെങ്കിൽ അതേക്കുറിച്ച് നമ്മൾ ഇൻഫർമേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലീഗൽ അഡ്വൈസ്, ഹെൽപ്പ് അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പ് നമുക്ക് ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ കളക്ട് ചെയ്യണം. ദെൻ ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ്സ് അടുത്തതാണ്. നമ്മൾക്ക് സെൽഫ് കെയറിന്റെ ഒരു ഭാഗമാണ് ക്രിയേറ്റീവ് ആയിട്ട് നമ്മളുടെ സ്പേസ് കീപ്പ് ചെയ്തുകൊണ്ട്, നമ്മളുടെ ആ ബൗണ്ടറി കീപ്പ് ചെയ്ത് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ഏതെല്ലാം തരത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും എന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സുകൾ നമ്മൾ കണ്ടുപിടിക്കണം. അത് ഒരുപക്ഷെ നമ്മൾ ചിലപ്പം എഴുതുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് ആയിരിക്കാം, മ്യൂസിക് ആയിരിക്കാം, ഡാൻസ് ആയിരിക്കാം. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള അബ്യൂസ് കൊണ്ട് നമ്മൾ മാറ്റി വെച്ച് കാണുമായിരിക്കും. ചിലർക്ക് ഡാൻസ് പഠിക്കാൻ പോകണമെന്നുണ്ടായിരുന്നു, സാധിച്ചില്ലായിരിക്കും. അല്ലെങ്കിൽ മ്യൂസിക് പഠിക്കാൻ പോകണമെന്ന് താല്പര്യമില്ല, ഇവർ ഇവർ അനുവാദം തരാത്തതുകൊണ്ട്. അതിനെ കുറച്ചുകൂടെയൊക്കെ ഞാൻ പറഞ്ഞ് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുകയും അതുപോലെ തന്നെ അവരോട് സംസാരിക്കുകയും നമ്മളുടെ ആ ബൗണ്ടറി കീപ്പ് ചെയ്ത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുക. ദെൻ ജേർണലിംഗ് ഞാൻ മൈൻഡ്ഫുൾ ജേർണലിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങൾ, അതായത് റീകണക്ട് ഹോബീസ്. ഇവിടെ വരുന്നത് നമ്മളുടെ ആ ജേർണലിംഗിൽ അല്പ വ്യത്യാസമുണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നമ്മളുടെ ഹോബീസിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൂടുതൽ ആയിട്ട് വരിക. ദെൻ റീഡിസ്കവർ ദി ആക്ടിവിറ്റീസ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്നത് എന്തോ, നമ്മളുടെ സെൽഫ് വർത്ത് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത് എന്തോ, നമ്മളുടെ ഉള്ളിൽ എന്തോ എല്ലാം ക്രിയേറ്റീവ് ആയിട്ടുണ്ടോ, അതിനെയെല്ലാം നമ്മൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുതിയ പാതകൾ വെട്ടിത്തുറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ജോയിൻ ക്രിയേറ്റീവ് ഗ്രൂപ്പ്സ്, ക്ലാസ്സസ്, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒന്നാണ് വോളണ്ടിയർ ഹെൽപ്പ്. മറ്റുള്ളവർക്ക് ഇപ്പം കേരളത്തിലോ ഏതെങ്കിലും നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അവിടെയൊക്കെ നമ്മൾ വോളണ്ടിയർ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റുകൾ അതിലൊക്കെ സമയം കണ്ടെത്തി ചെയ്യുക. ബിൽഡിംഗ് കണക്ഷൻസ് ത്രൂ ഷെയർഡ് ക്രിയേറ്റീവ് പെർസ്യൂട്ട്സ് ആൻഡ് പവർഫുൾ സോഴ്സസ് ഓഫ് സപ്പോർട്ട്. അതുപോലെ തന്നെയുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇതുപോലെയുള്ള ഈ ആത്മാരാധകരായിട്ടുള്ള ആളുകളിൽ നിന്ന് അബ്യൂസ് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെങ്ങനെയാണ്, ചിലരൊക്കെ വളരെ പ്രതിബദ്ധതയോടുകൂടി തന്നെ അവർ കൂടുതൽ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് അറിയാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ വേണമെങ്കിൽ മെമ്പർ ആകുക, അല്ലെങ്കിൽ അവരുമൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. പാത്ത് ഓഫ് ഹീലിംഗ്, അതായത് ഹീലിംഗ് ഫ്രം ദി നാർസിസ്റ്റിക് അബ്യൂസ് ഈസ് എ ജേർണി. അതായത് വളരെ നീണ്ട ഒരു ജേർണിയാണ്. ഒറ്റ ദിവസം കൊണ്ട് അത്ഭുതങ്ങളൊന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടുള്ള സെൽഫ് കെയർ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അതിന്റെ സപ്പോർട്ട് നമുക്ക് എടുക്കണം. അതുപോലെ തന്നെ ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ നമ്മൾ അക്നോളജ് ചെയ്യുക. ദെൻ എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ്. ബി ഷുവർ ടു സറൗണ്ട് യുവർ സെൽഫ് വിത്ത്. ഇത്രയും ഞാൻ പറഞ്ഞതിന്റെ സമ്മറിയാണ്, ഇന്നത്തെ ക്ലാസ്സിന്റെ സമ്മറിയാണ്. ഗെറ്റ് പ്രൊഫഷണൽ ഹെൽപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത്, അതുപോലെ തന്നെ ഗൈഡൻസും ചിലപ്പോൾ നമുക്ക് ആവശ്യമുണ്ടാകും. കാരണം കുറെ കൂടെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ്.
then remember with the right tools, supportive community, recovery from the narcissistic abuse possible. Okay, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇത് ഇങ്ങനെ ഒരിക്കലും സാധിക്കില്ല. ഇതിൽ നിന്ന് എനിക്ക് മോചനമില്ല എന്നുള്ളതല്ല, ഇറ്റ് ഈസ് പോസിബിൾ. അതായത് നാർസിസിസ്റ്റിക് അബ്യൂസിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ തന്നെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മോചനം ഉണ്ടാകും, നമുക്കതിനെ ഹീൽ ചെയ്യാൻ സാധിക്കും. ആ ഒരു വിശ്വാസം നമ്മൾക്കുണ്ടാകണം. ദെൻ ട്രാൻസിഷൻ ഫ്രം വിക്ടിം മൈൻഡ് സെറ്റ് ടു എ സർവൈവർ സെറ്റ്, അതാ മൈൻഡ് സെറ്റ്, അതിലേക്ക് വരണം. ഞാൻ ഇത്രയും നാളും അബ്യൂസ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ഒരു വിക്ടീമാണ്, അങ്ങനെ ആ ഇരയുടെ ആ ഒരു മനോഭാവത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു സർവൈവറിന്റെ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരിക, അല്ലെങ്കിൽ ഒരു വാരിയറിന്റെ മൈൻഡ് സെറ്റിലേക്ക് വരിക. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് വേണം ചിന്തിക്കാൻ. ഇതുവരെ നമ്മൾ കണ്ട നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രോബ്ലത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷനാണ് സാറിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അത് പല രീതികളിൽ, പല ആസ്പെക്റ്റുകളിൽ അതിനെക്കുറിച്ച് സാറ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അഫർമേഷൻസ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനുള്ള അഫർമേഷൻസ്, റെക്കഗ്നിഷൻ, യഥാർത്ഥത്തിലുള്ള ആ സിറ്റുവേഷനെ റെക്കഗ്നൈസ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോപ്പർ അക്സെപ്റ്റൻസിലേക്ക് എത്തുക, നമ്മുടെ ബൗണ്ടറി ഫിക്സ് ചെയ്യുക. ഈ വ്യക്തിയുമായിട്ടുള്ള ഡീലിങ്സിൽ നമ്മളുടെ ബൗണ്ടറി കൃത്യമായിട്ട് ഫിക്സ് ചെയ്യുക. അതുപോലെ കോണ്ടാക്ട് സെറ്റിങ്സ് കൃത്യമായിട്ട്, നോ കോണ്ടാക്ട്, ലിമിറ്റഡ് കോണ്ടാക്ട്, ഇങ്ങനെയുള്ള ആ ഒരു പ്രോസസ്. തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ നിന്നുള്ള ഹെൽപ്പ് സീക്ക് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ ആ എക്സസൈസ് നമ്മൾ ചെയ്യുക. ദെൻ എക്സസൈസ് എന്ന് പറയുന്ന തരത്തിൽ തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്ലീപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. ദെൻ സെൽഫ് പ്ലാനിങ്, ദാറ്റ് ഈസ് ലീഗൽ സൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം തീർച്ചയായിട്ടും ഹെൽപ്പ് എടുക്കുക. അതുപോലെ ഐഡന്റിഫൈ ഹീലിംഗ് പാർട്സ്, നമുക്ക് ഹീൽ ചെയ്യേണ്ട രീതികളെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ വളരെ കൃത്യതയോടുകൂടി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അകപ്പെടുന്ന ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള മൈൻഡ്ഫുൾനെസ്സിലുള്ള കുറേ ടോപ്പിക്കുകൾ വളരെ കൃത്യമായിട്ട് സാർ എക്സ്പ്ലെയിൻ ചെയ്തു. സോ താങ്ക് യു വെരി മച്ച്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. അതിനുശേഷം നമുക്ക് മെഡിറ്റേഷനിലേക്ക്. നാർസിസ്റ്റിക് ആയിട്ട് ഈ പുരുഷന്മാര് മാത്രമേ വരുള്ളൂ, സ്ത്രീകളും വരൂല്ലേ? ഞാനതങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾ പറഞ്ഞു, എല്ലാവരും വരും. കാരണം അത് സ്ത്രീകളിലുണ്ട്. പൊതുവെ ഞാൻ എൻ്റെ അറിയുന്നിടത്തോളം കൂടുതൽ ടെൻഡൻസി പുരുഷന്മാരിലാണ് കാണപ്പെടുന്നതെന്നാണ് ഞാൻ എൻ്റെ വായനയിൽ നിന്നും അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ത്രീകൾ ഓഫ്കോഴ്സ് സ്ത്രീകളുണ്ട്, അത് എല്ലായിടത്തും ഉണ്ട്. അത് ചില വീടുകളിലേക്ക് നമ്മൾ പോയാൽ മാതാപിതാക്കൾ അമ്മമാരുണ്ട്. ജോലി സ്ഥലത്താണെങ്കിൽ ചില സ്ത്രീകളുണ്ട്. പിന്നെ എല്ലാ നമ്മള് എന്താണ് കൊളീഗ്സ് ആണെന്നുണ്ടെങ്കിൽ ചില സ്ത്രീകളുണ്ട്. അപ്പൊ അവരുടെ ഫ്രസ്ട്രേഷൻസും മറ്റു പല കാരണങ്ങളും ഉണ്ടാകും. പക്ഷെ എന്നാലും ഇതുപോലെയുള്ള ഈ ടെൻഡൻസി തീർച്ചയായിട്ടും എല്ലാവരിലും ഉണ്ട്, അത് മനുഷ്യരിലുണ്ട്. പക്ഷേ ഒരു നേരിയ പെർസെൻറ്റേജ് ചിലപ്പം പുരുഷന്മാരിലായിരിക്കും കൂടുതൽ കാണുന്നത്. യെസ്, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? ശരി, അമിനാഷി. ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞില്ലേ സാർ? ആന്റണി സാർ, ഗുഡ് ഈവനിങ്. ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞില്ലേ, അത് ഇവര് കീപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവല്ലേ? ബിക്കോസ് വൺസ് അവർ ആ ഒരു ആജിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു മൂഡിലേക്ക് അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അവര് നിൽക്കില്ലല്ലോ. പ്രത്യേകിച്ചും ഇന്റിമിഡേറ്റ് ചെയ്യാനുള്ള അവരുടെ ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കില്ലേ? പറഞ്ഞു കഴിഞ്ഞെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇടയ്ക്ക് ബ്രേക്ക് ചെയ്ത് പോയി. ഇനി പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു. ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ അവര് ബൗണ്ടറി കീപ്പ് ചെയ്യില്ലല്ലോ എന്ന്. അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. വലിയ ഹൈ ജമ്പിലേക്ക്, ലോങ് ജമ്പിലേക്ക് പോകാതെ, അല്ലെങ്കിൽ അങ്ങനെയുള്ളതല്ലാതെ ഒരു ദിവസം വേണമെങ്കിൽ ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി, റീഗെയിൻ ചെയ്യുന്നതിന് വേണ്ടി, നമ്മളെ അബ്യൂസ് ചെയ്ത് അവർ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ചെറിയ സ്റ്റെപ്പ് എടുക്കുക. ചില സമയത്ത് നമ്മൾ അസർട്ടീവായിട്ട് പറയുക, ഇവരുടെ ഇതുപോലെയുള്ള സംസാരങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഇതുപോലെ നമ്മളെ കീഴ്പ്പെടുത്തുന്ന രീതിയിലുള്ള ഈ ബൗണ്ടറി ലംഘിച്ച് നമ്മളെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ചെറിയ സ്റ്റെപ്പ് എടുക്കുക, അതിൽ സന്തോഷിക്കുക,
അത് നമ്മൾ മൈൻഡ്ഫുൾ ജേർണലിംഗ് അല്ലെങ്കിൽ ജേർണലിംഗിൽ നമ്മൾ എഴുതി വെക്കുക. പിറ്റേ ദിവസവും അല്ലെങ്കിൽ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു വീണ്ടും ഭാവിയിലാണെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുക. അങ്ങനെ ആ ചെറിയ സ്റ്റെപ്പിലൂടെ വരും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളും കുറെ കൂടി, അതായത് കൂടുതൽ വൈകാരികമായിട്ട് പ്രതികരിക്കാതെ കൂടുതൽ എന്താണ് പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ ഒരു നിസ്സംഗത എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ മലയാളത്തിൽ ആ വാക്ക് ശരിയായിരിക്കില്ല, ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇമോഷണലി ട്രിഗേർഡ് എന്ന് വേണം പറയാം. യെസ്, ദാറ്റ് ഈസ് ഇറ്റ്. അപ്പൊ അങ്ങനെ ഒരു ട്രിഗർ ഇല്ലാതെ നമ്മൾ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന രീതി വന്നാൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മള് മണിച്ചിത്രത്താഴിനകത്ത് ശോഭന ചോദിക്കുന്നില്ലേ ഞാൻ പോയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നില്ലേ, അപ്പോഴേക്കും നകുലനായിരിക്കും എനിക്ക് ഞാൻ അധികം കാണത്തില്ല. എന്നാലും ആ നകുലനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു എന്താണ് ഒരു ഭീഷണിയുടെ ഒരു വക്കിലേക്ക് പോയി ഇല്ലേ, ഞാൻ പോയാൽ എന്താണെന്നുള്ള ആ ചോദ്യം. അല്ലെങ്കിൽ ഇതുപോലെയുണ്ട്. നമ്മളിപ്പോ ഇന്ന കാര്യം ചെയ്താൽ, ഞാനിപ്പോ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു മലയാളി ഉണ്ടായിരുന്നു. അപ്പൊ അയാള് ഭാര്യയെ ഇങ്ങനെ അടിയുണ്ടെന്ന് തോന്നുന്നു, അടിച്ച് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അവരിങ്ങനെ ഒരു പ്രാവശ്യം അവർക്ക് നാട്ടിൽ പോകണം, അവരുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് നാട്ടിൽ പോകണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഇയാൾ നാട്ടിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ അവര് പോയി ഈ ഒരു ഹെൽപ്പ് അവർ ചോദിച്ചു. അതായത് പുറത്ത് പോയി ഇങ്ങനെ ഇതുപോലെ ഈ വിമൻസ് ഫോറംസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത് ലീഗലായിട്ടും ഗവൺമെന്റിന്റെ തന്നെ ആയിട്ടുള്ള. അപ്പൊ അവിടെ പോയി അവർ ചോദിച്ചു ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് അമ്മയെ കാണാൻ പോകണം, ഭർത്താവ് അനുവദിക്കുന്നില്ല എന്ന്. അപ്പൊ ഇത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡൈവോഴ്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അതാണ് ഇവരുടെ പേടി. അപ്പൊ അവര് പറഞ്ഞു നീ നാട്ടിൽ പോകാൻ പറഞ്ഞു. നാട്ടിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടിടത്തൊരു ഹെൽപ്പ് കൊടുത്തു, ടിക്കറ്റ് ഒക്കെ എടുത്തു. ആ സ്ത്രീ ഭർത്താവിനോട് ഞാൻ നാട്ടിൽ പോവുക, ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോവുക എന്ന് പറഞ്ഞു. പോയി തിരിച്ചു വന്നു. ഭർത്താവിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അയാൾക്കറിയാം ഇവിടുത്തെ പ്രത്യേകിച്ച് നിയമങ്ങൾ അനുസരിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണത്. എന്തെങ്കിലും ചെയ്താൽ അത് പ്രശ്നമായിട്ട് അയാൾ ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും, ചിലപ്പോൾ നാട് കടത്തപ്പെടും. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോ എന്തുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് എടുത്തു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ അത് വലിയൊരു സ്റ്റെപ്പായിരുന്നു ഞാൻ പറയുന്നത്. എങ്കിലും ഇതുപോലെ നമ്മൾ റെസിസ്റ്റ് ഈ വാക്കുകൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യു റെസിസ്റ്റ് എന്ന് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് വേറൊരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പം ദാറ്റ് മീൻസ് നമ്മൾ ധൈര്യത്തോടു കൂടി ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുക്കുക. കുട്ടികൾ നടക്കാൻ പഠിക്കുന്നതല്ലേ, ഒരു സ്റ്റെപ്പ് എടുക്കും, വീഴും, ചിലപ്പം വീണ്ടും, പക്ഷെ അത് വീണ്ടും എഴുന്നേൽക്കുക, വീണ്ടും ചെയ്യുക. അങ്ങനെ ആ ഒരു ഇതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. കാരണം നമ്മളും ഭീഷണി മുഴക്കണമെന്നുള്ളതല്ല, ഇതൊക്കെ പറഞ്ഞ് ഭാഷയുടെ ഈ ലിമിറ്റ് കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ ചെറിയ സ്റ്റെപ്പ് എടുക്കുക, ബോൾഡായിട്ട് നിൽക്കുക, ആ ബൗണ്ടറി പയ്യെ 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 നമ്മൾ തിരിച്ചു പിടിക്കുക. അങ്ങനെയല്ലേ ശത്രുരാജ്യം കൊണ്ടുപോയ ആ ബൗണ്ടറി അല്ലെങ്കിൽ ആ ലാൻഡ് വീണ്ടും തിരിച്ചു പിടിക്കുന്ന പോലെ ഓരോ മീറ്ററുകളായിരിക്കും നമ്മൾ പിടിക്കുന്നത്. കിലോമീറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ നാർസിസ്റ്റിക് ഇതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു, അങ്ങനെയാണോ? ഇല്ല ഇല്ല ഇല്ല. കാരണം എന്നോട് പല ആളുകൾ ഈ ക്ലാസ്സിന് ഇതുപോലെ പല ആളുകൾ എന്നോട് പറയാറുണ്ട്, എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് പറയാറുണ്ട്, അത് ഇന്ന വിഷയങ്ങൾ എടുക്കണം, അത് ചെയ്യണം. ഇപ്പൊ ഞാൻ 2 വിഷയം ഞാൻ അത് ലോജിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീക്വൻസിലല്ല പറഞ്ഞത്. ഒന്ന് നമ്മൾ ഹൗ ടു ഓവർകം നാർസിസ്റ്റിക്, അല്ലെങ്കിൽ അതുപോലുള്ള ഫ്രണ്ട്സിനെ, നമുക്ക് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഫ്രണ്ട്സ് നമുക്കുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം. മറ്റൊന്ന് കൊളീഗ്സ്, ഇത് രണ്ടും ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ ഇതിപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, കൃത്യം ഞാൻ പോകുന്നില്ല, പക്ഷേ എന്നോട് പലരും പറയുന്നുണ്ട്. പക്ഷെ ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. ഞാനിത് ഇങ്ങനെ ഈ വിഷയം തന്നെ സംസാരിച്ചു പോകുന്നതും ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ എന്നാലും ഡിമാൻഡ് കൂടുന്നുള്ളത്, അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉള്ളത് കൊണ്ട് പലരും എന്നെ പേഴ്സണലായിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. ബോറടിച്ചോ നിങ്ങൾ? തീർച്ചയായിട്ടും ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആണ്. ഇത് നമുക്ക് അത്യാവശ്യമുള്ളതാണ്. പിന്നെ സാറാണെങ്കിൽ കുറെ റിസർച്ച് ഒക്കെ ചെയ്തൊക്കെ ചെയ്യുന്നത് കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതുമാണ്, ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് സാർ അത് കണ്ടിന്യൂ ചെയ്യണം തന്നെയാണ് എന്റെ ഒരു റിക്വസ്റ്റ്. താങ്ക് യു സാർ. ഒരു 3-4 ഓക്കെ, താങ്ക് യു 3-4 ക്ലാസ് കൂടെ എടുക്കണമെന്ന് എനിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ ഇതിലേക്ക് പോകാൻ വേണ്ടി ഓഫ്കോഴ്സ്. അത് പിന്നെ സാബു സാറും പറയണം അല്ലേ, അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. പേഴ്സണാലിറ്റി ഡിസോർഡർ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഡിസോർഡർ ആണിത്. അത്ര ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഇത് നമുക്ക് കൂടെ കൊണ്ടു നടക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ട്. അപ്പം സാർ ഈ പറയുന്ന ഏരിയകളെല്ലാം ഓരോ
പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാറിന് എത്ര ക്ലാസ് വേണമെങ്കിലും എടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനിത്തിങ് അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. അതിനുശേഷം ഷെയർ. ഓക്കെ സാർ, നമുക്ക് മെഡിറ്റേഷനിലേക്ക്. ഓക്കെ. കേൾക്കുന്ന സാറേ? സൗണ്ട് വന്നില്ലല്ലോ സാറേ. വന്നില്ല. ഓക്കെ, ഞാൻ Deadliness ഉണ്ടോ? ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ ഷെയർ ചെയ്ത സോറി. ഓക്കെ, ഞാൻ ഷെയർ ചെയ്തില്ല. ഓക്കെ, 1 സെക്കൻഡ്. കേൾക്കാമോ? ഓക്കെ, കേൾക്കാം സാറേ? കേൾക്കാം. ഓക്കെ. ഓക്കെ, വി സ്റ്റാർട്ട് നൗ. ആരാധക ദുരുപയോഗത്തെ എങ്ങനെ സ്വയം പരിചരണത്തിലൂടെ നമുക്ക് നേരിടാം എന്ന വിഷയത്തെ കുറിച്ചുള്ള ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശാന്തവും സുഖപ്രദവുമായ ഒരു സ്ഥലത്ത്, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തെ നിങ്ങൾ സ്ഥാനം അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞു എന്ന് കരുതുന്നു. ഒരു നിമിഷം ഈ നിമിഷത്തിന്റെ നിശ്ചലതയും ശാന്തതയും തിരിച്ചറിയാൻ വേണ്ടി എടുക്കുക. നിങ്ങളുടെ ആന്തരിക മൗനത്തിലേക്ക് ഈ നിമിഷം നിങ്ങൾക്ക് തരുന്ന ആ ശാന്തി, സമാധാനം, ആ മൗനം, അതിനെ ഒന്ന് അനുഭവിക്കാൻ വേണ്ടി ഒരു നിമിഷം എടുക്കാം. ശാരീരികമായ എല്ലാ തയ്യാറെടുപ്പുകളും ധ്യാനത്തിന് വേണ്ടി ഈ സമയത്തെടുക്കാം. നിങ്ങളുടെ ഇരിപ്പിടം, അതുപോലെ നിങ്ങളുടെ വസ്ത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആവശ്യമായ തയ്യാറെടുപ്പ് ഇപ്പോൾ നടത്താം. നിങ്ങൾ പൂർണ്ണമായ ധ്യാനത്തിന് സന്നദ്ധരായി എന്ന് കരുതുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ സാവധാനം സൗമ്യമായി അടയ്ക്കാം. ആദ്യമായി നിങ്ങളുടെ അവബോധം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശാന്തമായി കൊണ്ടുവരിക. നിങ്ങളുടെ മൂക്കിലൂടെ സാവധാനം ശ്വസിക്കുകയും മൂക്കിലൂടെ തന്നെ ശാന്തമായി നിശ്വസിക്കുകയും ചെയ്യുക. നിങ്ങളുടെ മൂക്കിന്റെ അറ്റത്ത് നിന്ന് വായു ഉള്ളിലേക്ക് കയറുന്നതും ശ്വാസകോശത്തിലേക്ക് വരുന്നതും
അതുപോലെ പുറത്തേക്ക് പോകുന്നതും ആയിട്ടുള്ള ആ ഫ്ലോയെ അനുധാവനം ചെയ്യുക. ശരീരത്തിൽ എന്തെങ്കിലും വേദനയോ പിരിമുറുക്കമോ അസ്വസ്ഥതയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ചും അവബോധം ഉള്ളവരാകുക. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കൂടുതൽ വിശ്രമത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് 3 ആഴത്തിലുള്ള ശ്വാസം എടുക്കാം. ആഴത്തിൽ ശ്വാസം എടുക്കുക, 1 നിമിഷം പിടിച്ചു നിർത്തുക, വീണ്ടും സാവധാനത്തിൽ പൂർണ്ണമായി നിശ്വസിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ശ്വാസോച്ഛ്വാസം 3 പ്രാവശ്യം എടുക്കാൻ തുടങ്ങാം. ശ്രദ്ധ നിങ്ങളുടെ ഹൃദയസ്ഥാനത്തേക്ക് സാവധാനം കൊണ്ടുവരിക. നിങ്ങളുടെ ആന്തരിക ശക്തിയും നിങ്ങളോടുള്ള അനുകമ്പയും കരുണയും രോഗശാന്തിക്കായുള്ള നിങ്ങളുടെ കഴിവും എല്ലാം എവിടെയാണ് വസിക്കുന്നത്? അടുത്തതായി നമ്മുടെ യാത്രയെ അംഗീകരിക്കുക. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ അവിശ്വാസനീയമാംവിധം ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ മാതാപിതാക്കളിൽ നിന്നാകാം, ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ സഹപ്രവർത്തകരിൽ നിന്നോ എവിടെ നിന്നെങ്കിലും നിങ്ങൾ വെല്ലുവിളികൾ നിറഞ്ഞ ഒന്നിലൂടെ പോയിട്ടുണ്ടാകാം. ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വേദനാജനകമായ ഒരു ദുരുപയോഗം നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അവയെ അംഗീകരിക്കുക. ഇത്രയും ദൂരം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതിൽ ആ കഴിവിനെ നിങ്ങൾ സ്വയം അംഗീകരിക്കുകയും സ്വയം അഭിനന്ദിക്കുകയും ചെയ്യുക. നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇതുപോലെയുള്ള ദുരുപയോഗത്താൽ ഒരുപക്ഷെ വഴിമാറിപ്പോയി കാണും, അല്ലെങ്കിൽ ജീവിതം തന്നെ അവസാനിപ്പിച്ചു കാണും. അതികഠിനമായ ദുഃഖത്തിന്റെ അടിമയായപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെട്ടപ്പോഴും നമ്മൾ അതിനെ അതിജീവിച്ചു. നിങ്ങളിപ്പോൾ ഇവിടെയുണ്ട്. നിങ്ങൾ ശ്വസിക്കുകയും സമാധാനം തേടുകയും ചെയ്യുന്നു. ആ യാഥാർത്ഥ്യം നിങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളട്ടെ. ഒരു നിമിഷം ഇതിനെല്ലാം നമുക്ക് നമ്മോട് തന്നെ നന്ദി പറയാം.
നമുക്ക് സാവധാനം നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് സ്വാഭാവികമായ നമ്മളുടെ ശരീരത്തിനും മനസ്സിനും എപ്പോഴും ശാന്തി നൽകുന്ന സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. അതിൻ്റെ ആ തലോടലില് ആശ്വാസത്തില് സുഖത്തില് നമുക്ക് നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ആരാധക ദുരുപയോഗത്താൽ നമ്മളിലുണ്ടായ ആശയക്കുഴപ്പം, സംശയം, ഭയം, വേദന, മറ്റുള്ളവരോടുള്ള വെറുപ്പ്, ക്ഷമിക്കാനുള്ള കഴിവുകുറവ് എന്നിവയെല്ലാം മേഘങ്ങളായി സങ്കല്പിച്ച് അവയെല്ലാം കടന്നു പോകുന്നതായി കരുതുക. ആശയുടെ, സ്നേഹത്തിന്റെ, കരുണയുടെ, രോഗശാന്തിയുടെ, സുഖപ്പെടുത്തലിന്റെ ആ വെളിച്ചത്തിലേക്ക് നമ്മൾ കടന്നു വരിക. ഇന്നലെയുടെ ആ മേഘങ്ങൾ കടന്നു പോകുമ്പോൾ വ്യക്തവും ശക്തവുമായ നിങ്ങളുടെ സ്വന്തം ആന്തരിക ശബ്ദം, ആ ധൈര്യം നിങ്ങൾക്ക് വീണ്ടെടുക്കുവാനും അതിൽ ഉറച്ചു നിൽക്കാനും നിങ്ങൾക്ക് സാധിക്കും. നമ്മളുടെ ഇടം, തൻ്റെതായ ഇടം, സ്നേഹത്തിൻ്റെതായ ഇടം, സ്വയം പിന്തുണയ്ക്കുന്ന ആ ഇടം, സ്വയം അംഗീകരിക്കുന്ന ആ ഇടം, സ്വയം വിശ്വസിക്കുകയും സ്വയം കരുണ കാണിക്കുകയും സ്വയം സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ആ ഇടം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഏതാനും പ്രതിജ്ഞകൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ആവർത്തിക്കാം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്വയം ഏറ്റുപറയാം: ഞാൻ സ്നേഹത്തിന് യോഗ്യനാണ്. ഞാൻ സ്നേഹത്തിന് യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യയാണ്. ഞാൻ സ്നേഹത്തിന് യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യയാണ്. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വികാരങ്ങളും ആവശ്യങ്ങളും എനിക്ക് പ്രധാനമാണ്. എന്റെ വികാരങ്ങളും ആവശ്യങ്ങളും എനിക്ക് പ്രധാനമാണ്.
ഞാൻ സമാധാനവും സന്തോഷവും അർഹിക്കുന്നു. ഞാൻ സമാധാനവും സന്തോഷവും അർഹിക്കുന്നു. സ്വയം സ്നേഹവും അനുകമ്പയും വളർത്തുകയാണ് അടുത്തതായി നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായും കാണുന്നു. നിങ്ങളുടെ പ്രതിബിംബം നിങ്ങളുടെ ശാരീരികമായ പ്രതിബിംബം മാത്രമല്ല, ഇത് മുഴുവൻ നിങ്ങളുടെ സ്വയം പ്രതിഫലനമാണ്. നിങ്ങളുടെ ശരീരത്തോടൊപ്പം നിങ്ങളുടെ മുറിവേറ്റ വേദനിച്ച നിങ്ങളുടെ മനസ്സും ഇവിടെയുണ്ട്. സ്നേഹവും അനുകമ്പയും കരുണയും അർഹിക്കുന്ന നിങ്ങളുടെ ഈ പ്രതിഫലനം നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നതായി കാണുക. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു പുഞ്ചിരി, അത്യന്തം സ്നേഹം നിറഞ്ഞ, വാത്സല്യം നിറഞ്ഞ, അനുകമ്പ നിറഞ്ഞ ഒരു പുഞ്ചിരി നിങ്ങൾക്ക് സമ്മാനിക്കുക. നാടിക്ക് മുമ്പിൽ നിങ്ങൾ കാണുന്ന ഈ പ്രതിബിംബത്തെ നിങ്ങൾ ഹൃദയപൂർവ്വം ആലിംഗനം ചെയ്യുക. നിങ്ങളുടെ കൈകളിൽ ആ പ്രതിബിംബം നന്നായി അമർന്നു ചേരട്ടെ. നിങ്ങൾ അർഹിക്കുന്ന ഊഷ്മളതയും പരിചരണവും അനുകമ്പയും സ്നേഹവും എല്ലാം ഈ നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ അറിയുന്ന ഈ നിമിഷത്തിൽ അനുഭവിക്കുക. അതെ തന്നെ നിങ്ങൾ പരിചരിക്കുന്നു. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ സൗഖ്യം നൽകുന്നു. ഈ നിമിഷം ഇപ്പോൾ നിങ്ങൾ സുരക്ഷിതരാണ്. ഈ പ്രപഞ്ചം നിങ്ങൾ ഓരോരുത്തരെയും പരിപാലിക്കുന്നു. സ്നേഹത്തിൽ ശ്വസിക്കുക. ഭയത്തിലൂടെ നിങ്ങൾ വിശ്വസിക്കുക. നിരാശ ശ്വസിക്കുക, നിരാശ നിശ്വസിക്കുക. സമാധാനം ശ്വസിക്കുക, അശാന്തി നിശ്വസിക്കുക. സൗഖ്യം ശ്വസിക്കുക, രോഗം നിശ്വസിക്കുക. രോഗശാന്തി ഒരു യാത്രയാണെന്ന് ഓർക്കുക. നിങ്ങളെടുക്കുന്ന ഓരോ ചുവടും, നിങ്ങളുടെ ഓരോ ശ്വസനവും സന്തോഷം, നിങ്ങളുടെ സ്വാതന്ത്ര്യം,
നിങ്ങളുടെ സമാധാനം എന്നിവ വീണ്ടെടുക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പാണ്. ഓരോ ശ്വാസവും സ്നേഹവും കരുണയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. സമാധാനം നിറഞ്ഞ ഈ അന്തരീക്ഷം, സന്തോഷമുള്ള ഈ നിമിഷം, ഈ നിമിഷത്തിലേക്ക് നിങ്ങൾ വീണ്ടും പൂർണ്ണമായി തിരിച്ചെത്തുക. അവരുടെ ശാരീരികമായ ആകർഷണം ലംഘിക്കുന്ന ഈ മുറി, അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തന, ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം എല്ലാത്തിലേക്കും തിരികെ വരിക. നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലും പൂർണ്ണമായും തിരിച്ചെത്തിയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ സാവധാനം സൗമ്യമായി തുറക്കാം. ധ്യാനം അവസാനിച്ചു. ഓക്കെ, സാർ എല്ലാരെയും ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ഇനി ആർക്കെങ്കിലും പറയണമെങ്കിൽ. യെസ് സാർ, താങ്ക് യു. അൺമ്യൂട്ട് ചെയ്തോളൂ ജോഷ് സാർ, അൺമ്യൂട്ട് ചെയ്യൂ. ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് കിട്ടുന്നുണ്ടായിരുന്നു, ഇന്റർനെറ്റ് സ്റ്റബിൽ അല്ലെന്ന്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയെങ്കിൽ ക്ഷമിക്കണം. അത് ആരുടെ ആണെന്ന് എനിക്കറിയത്തില്ല. എന്റെ ഇന്റർനെറ്റിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ സ്റ്റേബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് സംഭവിച്ചാൽ സൗണ്ട് ക്ലിയർ ആയിരുന്നു. എല്ലാം ഓക്കെ. ഓക്കെ ഓക്കെ, ജോഷ് സാർ സ്റ്റാർട്ട് ചെയ്തു. വേറെ വളരെ സന്തോഷം, നന്ദി. ഇതിന്റെ ആരംഭത്തിൽ ബാബു സാർ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പരിഹാരങ്ങൾ ഇതിൽ പെട്ടുപോകുന്ന ഇരകൾക്ക് രക്ഷ നേടാനുള്ള ധാരാളം കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഉപകാരപ്രദമാണ്. മീനാക്ഷി മാം പറഞ്ഞതുപോലെ ഇങ്ങനെ പെട്ടുപോകുന്ന ഇരകൾ, അവര് ആ ഒരു ബൗണ്ടറി, അതിന് സാറ് കൃത്യമായ മറുപടി പറഞ്ഞു. അതും വളരെ ഉചിതമായി. എൻ്റെ ഒരു സംശയം ഇതിനിടയിലുണ്ടായതാണ് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചത്. കാരണം ഇടയ്ക്ക് നമ്മൾ ഈ ക്ലാസ്സിൽ സാറ് പറയുമ്പോഴും അങ്ങനെ ഒരു ഫീലിംഗ്, അതായത് ഇത് പുരുഷന്മാർക്ക് ഉണ്ടാകാവുന്ന ഒരു 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 പശകാണ് എന്നുള്ള നിലയിൽ നിന്ന് തോന്നിപ്പോയത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. മാത്രവുമല്ല, ഒരു പക്ഷേ കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെയും സാറിന്റെയും ഒക്കെ ചെറുപ്പത്തിൽ പുരുഷന്മാര് വളരെ ശക്തന്മാരും കുറെ അധികം ഇത്തരത്തിലുള്ള സ്വഭാവം ചെലവാകുകയും ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് അതൊക്കെ ഇങ്ങനെ മാറി നേർത്ത് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ വിചാരം. അത് കാലം വരുത്തിക്ക് വെച്ചിരിക്കുന്നതാണ്. പുരുഷന്മാര് മാറിയത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ സാഹചര്യം ഇനിയും അത്തരത്തിലുള്ള സംഗതികളൊക്കെ എടുത്ത് പടപടഞ്ഞ് എഴുന്നേക്കാനൊന്നും പറ്റില്ല എന്ന് തോന്നിയപ്പോഴാണ്. കാരണം സ്ത്രീകളും ജോലിക്കാരായി, വിദ്യാഭ്യാസമുള്ളവരായി,
തിരിച്ചു വർത്താനം പറയുന്നവരായി ഇങ്ങനെയൊക്കെ വന്നപ്പോഴും ഇപ്പോഴും പുരുഷൻ പഴയ ആ ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു. അതായത് വീട്ടിലെ പാചകമൊന്നും അവനെ കൊണ്ട് പറ്റത്തില്ല, പിള്ളേരുടെ വളർത്തു കാര്യങ്ങളും അവനെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഒട്ടനവധി, പിന്നെ അതുപോലെ തന്നെ ഇവനൊരു രോഗമോ അസ്വസ്ഥതയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. സ്ത്രീ പിന്നെയും തനിയെ മേലയിലും ഇതെല്ലാം ചെയ്യുകയും ചെയ്യും, ആ മേലടിയെ ടോളറേറ്റ് ചെയ്യും. പക്ഷെ ഇവന് ഇവൻ പെട്ടുപോകും. അപ്പോൾ സഹായം വേണം. പണ്ടത്തെ ഒരുപാട് പേരൊന്നുമില്ല, ഇനി കാശ് കൊടുത്താൽ പോലും പലതിനും അല്ല കിട്ടാനില്ല. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും ഒരു കീഴടങ്ങലിന്റെ വക്കിലാണ് ഈ പുരുഷ പ്രജകൾ എന്ന് ഞാൻ പൊതുവിൽ വിചാരിക്കുന്നു. ഞാനിത് പറയുന്നത് ഒരു ജനറലായിട്ട് മാത്രം പറയുന്ന ഒരവസ്ഥയാണ്. എന്നിട്ട് ചിലയിടങ്ങളിലെങ്കിലും ഞാൻ ഈ ഓരോ ദിവസം ഈ ക്ലാസ് കേൾക്കുമ്പോഴും ഇന്ന് കേൾക്കുമ്പോഴും ഒക്കെ പ്രിജുഡീസ് പാടില്ലെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നമ്മുടെ ചുറ്റുപാടുള്ള പലരുടെയും മുഖങ്ങളും അവരുടെ വീടുകളും എനിക്ക് പരിചയമുള്ളത് എന്നോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭാഷിച്ചിട്ടുള്ളതുമായ ആളുകളെയും ഒക്കെ മനസ്സിലാക്കുമ്പോൾ ഇന്ന് ഇതില് ഒരു തുല്യ അവസ്ഥയിലേക്ക് ഇത് വന്നിട്ടുണ്ടോ എന്ന് പോലും ഞാൻ വിചാരിക്കുകയാണ്. ധാരാളം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി പെണ്ണുങ്ങളെ ഈ പ്രദേശത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഗ്രാമമാണ്. അങ്ങനെയെങ്കിൽ വേറെ ഇടങ്ങളിൽ ഇതിനേക്കാളേറെ ഉണ്ട്. ഇനി ഇതിൽ നിന്ന് ഇതിന്റെ നേരെ ഉൾട്ടയാകാൻ പോവുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പ്രത്യേകിച്ച് പുരുഷന്മാർ ഇന്ന് വരുമാനത്തിൽ വളരെ പിന്നിലാണ്. ഈ സ്ത്രീയാണ് ഇപ്പോഴത്തെ വരുമാന സ്രോതസ്. പല വീട്ടിലെയും വലിയ ശമ്പളം അവർക്കാണുള്ളത്. കൃഷി ചെയ്യുന്ന പുരുഷന്റെ കയ്യിലൊന്നും പൈസയൊന്നുമില്ല. അവരിൽ തന്നെ ജോലിക്കാരായ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവരുടെയിലാണ് പൈസ. ഇനിയും പറ്റാതെ ഈ നേഴ്സുമാരും അല്ലാത്തവരും ഇപ്പൊ ഈ UK സാറിന്റെയൊക്കെ നാട്ടിലേക്കോ ഒക്കെ വരുന്ന ആണുങ്ങളുടെ അവസ്ഥയും ചിലരുടേതൊക്കെ എനിക്കറിയാം. അവരെല്ലാം ഭാര്യമാരുടെ തണലിൽ ജീവിക്കുന്ന ആളുകളാണ്. അവരൊന്നും ഈ പഴയ സിംഹങ്ങളൊന്നുമല്ല, സിംഹമാകാനും പറ്റില്ല. അപ്പൊ അവരെല്ലാം പിള്ളേരെ നോക്കുന്നുണ്ട്. പിള്ളേരുടെ കാര്യങ്ങൾ പലതും ചെയ്യുന്നത് അവർ തന്നെയാണ്. ഒരുപാട് ഒത്തിരി കാര്യങ്ങളുമൊക്കെ ആലോചിച്ച് തന്നെ ചെയ്യേണ്ടി വരുന്നു. പെണ്ണുങ്ങളോട് പറയുമ്പോഴാണ് ചിലപ്പോഴൊക്കെ ചിലരെല്ലാം അവധിക്ക് വരുന്നത്, പല ടൂറുകൾ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിലും ഇങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ. ഇതെല്ലാം 100% ശരിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അല്പം കൂടെ കഴിയുമ്പോൾ ഇത് തിരിച്ച് നമ്മൾ ക്ലാസ്സിലെ പറയേണ്ടി പരിപാലിക്കുമെന്നാണ് ഇതിന്റെ ഒരു വിചാരം. അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെ വരാതിരിക്കട്ടെ. ആളുകൾക്കെല്ലാം ബാലൻസ്ഡ് ആയിട്ട് പോകാൻ ഇടവരട്ടെ. ഇന്നത്തെ പെരുക്കുന്ന ഈ ഡിവോഴ്സ് ഒക്കെ കാണുമ്പോൾ ക്രിസ്ത്യാനിയുടെ ഇടയിലൊക്കെ ഡിവോഴ്സ് വളരെ കുറവായിരുന്നെന്ന് പറയുന്നെങ്കിലും ഈ ഇടവകൾ തന്നെ ധാരാളം ഡിവോഴ്സുകൾ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവരൊന്നും സഹിക്കാൻ തയ്യാറല്ല. ഫേസ് കട്ടാകുന്നുണ്ട് കേട്ടോ. കട്ടായി സംസാരിക്കുമ്പോ മുഴുവൻ ഞങ്ങൾ കാണുന്നത്. ആണോ? കഴുത്തിന് കീഴോട്ടേ കാണുന്നുള്ളൂ. അത് ഓക്കെയാണ്. ഞാൻ ഇരിക്കുന്ന എന്റെ ഈ സ്ഥലത്തിന്റെ ഒരു കുഴപ്പമാണ്. ഞാൻ ഈ പറഞ്ഞു നിർത്തിയിട്ട്, പക്ഷെ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ എന്റെ നെറ്റിന് കുഴപ്പമുണ്ട്. അത് ഞാൻ പിന്നെ വൈഫൈ മാറ്റിയിട്ട് ഞാനിപ്പോ ഡാറ്റ ആക്കി. അപ്പോഴാണ് ഇച്ചിരി സ്ഥിരമായിട്ട് കേൾക്കുന്നത്. അപ്പൊ ഞാൻ മറ്റാർക്കും കുഴപ്പമില്ലെന്ന് അറിഞ്ഞതുകൊണ്ടാണ് എന്റെ കുഴപ്പമായിരിക്കും ഞാൻ പിന്നെ അനിൽ സാർ ചോദിച്ചപ്പോ അതിന് മറുപടി പറയാതിരുന്നു. ഓക്കെ, ഈ തല എന്റെ കാണാത്തത് അതെന്റെ വിഷമാണ്. ഞാൻ ഇച്ചിരി പുറകോട്ടിറങ്ങിയിരുന്നാലേ അത് കാണുള്ളൂ. ഓക്കെ, ഞാൻ നിർത്തുവാണ്. എനിക്ക് പറയാനുള്ള ആശയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനിത് എന്റെ ആശയം പരമ സത്യമെന്നോ ഞാൻ റിസർച്ച് നടത്തി കണ്ടുപിടിച്ചാണെന്നൊന്നും അതിൽ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഞാനൊരു നിരീക്ഷണം എന്റെ എളിയ ബുദ്ധിയിൽ തോന്നിയത് അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. എനിക്ക് ഇതേക്കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു നിമിഷം. അതായത് ലോക ജനസംഖ്യയിൽ 5% ആളുകൾ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ളവരാണ്. അതിൽ തന്നെ 3% ആളുകൾ മാത്രമേ ഉള്ളൂ NPD നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുള്ളൂ. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഷായ് സാർ പറഞ്ഞ ഈ രീതിയിലുള്ള എല്ലാവരും
നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മളിൽ എല്ലാവരിലും ഒരു ചെറിയ ശതമാനമുണ്ട് അങ്ങനെയുള്ള, അതിന് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയും. അങ്ങനെയുള്ളവർ ഏകദേശം ലോക ജനസംഖ്യയിൽ ഒരു 5%. അതിൽ തന്നെ 3% മാത്രമേ NPD ഉള്ളൂ. അപ്പൊ എല്ലാവരിലും കുറേശ്ശെ ഉണ്ട്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ പലരും ചെയ്തത് എല്ലാവരും നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരാണെന്ന് നമ്മൾ കരുതരുത്. ഓക്കെ, അത്രയും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഡോളി മാം എന്തെങ്കിലും പറയുന്നോ? Sir, thank you very much for spending some time with us. അത്രേ ഉള്ളൂ. താങ്ക് യു മാം. റോയ് സർ? സാറ് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയും നാർസിസ്റ്റിക് ബിഹേവിയറും ഉള്ള ആൾക്കാരും ഒക്കെ ഒന്ന് തിരിച്ചറിയുക. ആദ്യം തന്നെ ഈ എല്ലാവരെയും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിട്ട് കാണാൻ പോയാൽ പാടാം. കാരണം നമുക്ക് അത്ര അടുത്തറിയാവുന്നവരെ മാത്രമേ അവരെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണെന്ന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റൂ. സാറ് പലപ്പോഴായിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ 10 പോയിന്റ്സ് സാറ് പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ. അപ്പോൾ പിന്നെ ഇപ്പോൾ പറയുന്ന ക്ലാസ് വളരെയധികം യൂസ്ഫുൾ ആണ്. കാരണം സെൽഫ് കെയർ, ഇങ്ങനെയുള്ള ബിഹേവിയർ ആയിട്ട് വരുന്നവരെ നമ്മൾ ഡീൽ ചെയ്യാം എന്ന് പറയുന്ന കാര്യം വളരെ ഭംഗിയായി അത് സാർ അവതരിപ്പിച്ചു. അതിന് ഇതിൽ കൂടുതൽ വേറെ ഒന്നും കിട്ടാനില്ല. കാരണം നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആൾക്കാരോട് ഡീൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈൻസ് ഉള്ളത് നല്ലതാണ് എന്ന് മനസ്സിലായത് സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോഴേ. ഓക്കെ സാർ. സാർ പലപ്പോഴായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഒക്കെ ഈ നാർസിസ്റ്റിക് ബിഹേവിയറിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഓട്ടോമാറ്റിക്കായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു. സാർ പറഞ്ഞോളൂ. താങ്ക് യു സർ. ആനന്ദ് സാറേ, വളരെ സന്തോഷം. ഏറ്റവും ഒടുവിൽ 2-3 ക്ലാസ്സുകൾ മുമ്പായിരുന്നു ഒരു ക്ലാസ്സിൽ ഞാൻ ഈ മെഡിറ്റേഷൻ കഴിഞ്ഞിങ്ങനെ മയങ്ങിയിരിക്കുക. ഇടയ്ക്ക് ഇങ്ങനെ സാറ് പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടെങ്കിലും ഞാനിത് കഴിയുമ്പോൾ 9 മണി, അവിടെ നാട്ടിൽ 9 മണിയായി. അപ്പോഴും ഞാൻ ഇങ്ങനെ പെട്ടെന്നാണോ ഉണരുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി ഒരു കാര്യം പറയാനായിട്ടും കൂടെ ഓർത്തിരിക്കുമായിരുന്നു. കഴിഞ്ഞ 2 ക്ലാസ് കയറാൻ എനിക്ക് പറ്റിയില്ല. സാർ, ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി അത് അറിയുന്തോറും ഇനിയും അറിയാനുണ്ട് ഒത്തിരി എന്നുള്ള വിധത്തിലേക്ക് തോന്നുന്നു. സാറിൻ്റെ ക്ലാസ്സുകൾ വളരെ ഉപകാരമാണ്. പലതും ശ്രദ്ധയോടെ കാത്തിരിക്കുന്നു കേൾക്കാൻ. ചിലതൊക്കെ കുറിച്ച് വെക്കുന്നുണ്ട്. കുറേയൊക്കെ തിരുത്താൻ ശ്രമിക്കാം. ചില എന്താ പറയണേ, നമ്മൾ പെട്ടുപോയത് എന്ന് ഊരിപ്പോരാൻ എങ്ങനെ ചിലർക്ക് അടിപ്പെട്ടു പോയ ആ മാനസികാവസ്ഥയിൽ നിന്ന് ഒരു മോചനം, അതേക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കുറച്ചുകൂടെ ഒന്ന് സെൽഫ് അവെയർ ആകാം എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നു. കുടുംബത്തിനേക്കാൾ ഉപരി സമൂഹത്തിൽ ഉള്ള ചില കാര്യങ്ങളാണ്. അതിനെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ഓർത്തു പോയിട്ടുണ്ട്, ആത്മാർത്ഥത ബലഹീനതയാണെന്ന് കാണുന്ന സമൂഹത്തിൽ നമ്മളുടെ ആ ചിന്തയ്ക്ക് യാതൊരു അർത്ഥവുമില്ല. അത് കീഴ്പ്പെടലാണ്, അല്ലെങ്കിൽ അത് കഴിവുകേടാണെന്ന് കരുതുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ കഴിയുന്നത്. പലപ്പോഴും പല ആളുകളും എനിക്ക് അങ്ങനെയുള്ള തിക്താനുഭവം ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു പോക്കുക, ഇപ്പം സാറ് പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ സെൽഫ് കോൺഫിഡൻസും നോ പറയേണ്ടിടത്ത് നോ പറയാനും ഒക്കെ കഴിയാതെ പോയതിൻ്റെ കുറ്റബോധം. അതുകൊണ്ട് പരമാവധി ശ്രമിക്കും ഇനിയെങ്കിലും എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഷെയർ ഉണ്ടെങ്കിൽ പറയൂ. നമുക്കൊരു 2-3 മിനിറ്റ് കൂടെ ഉള്ളൂ. 45 ആകുമ്പോഴത്തേക്കും ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയൂ. അൺമ്യൂട്ട് ചെയ്യൂ. എനിബഡി എൽസ്? ഇല്ല. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ യെസ്, ബീന മാം പറഞ്ഞോളൂ. പറയൂ. പ്രത്യേകിച്ച് ഒന്നല്ല, നന്ദി പറയാൻ മാത്രമേ ഉള്ളൂ. ഇത്രയും ഒരു അവബോധം തരുന്നതിന്
സാബു സാറിനും ആന്റണി സാറിനും വളരെയധികം നന്ദി പറയുന്നു. ബീന ജോസഫ് ആണോ? അത് ബീന ഫാദറിന്റെ പേര് ജോസ് എന്നാണ്. അപ്പൊ എന്റെ രേഖകളിലൊക്കെ ബീന ജോസ് എന്നാണ്. കല്യാണം കഴിച്ചിട്ടുള്ളത് പോൾ എന്നാണ്. അപ്പൊ ഓക്കെ, ഞാൻ വേറൊരു ബീന ജോസഫിനെ അറിയാം, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. വേറെ ബീന ജോസ് എന്നാണ്. ഓക്കെ. രേഖകളിലൊക്കെ അങ്ങനെയാണ് സാർ. താങ്ക് യു. ഓക്കെ, വേറെ ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, 8:45 നമുക്കൊരു ക്ലാസ് കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യണം. ആന്റണി സാർ, താങ്ക് യു വെരി മച്ച് once again. Thank you and have So, a nice evening and have a nice yes. day to Canada Thank you. and See you. good night. Okay, see you.